الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യ അധ്യക്ഷൻ, ബഹുമാന്യ ഹജ്ജ് കർമ്മത്തിന് നേതൃത്വം നൽകുന്ന അമീർ, സ്നേഹസമ്പന്നരായ ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ഖലയിൽ വലിയ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷ, സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മൾ ഹജ്ജ് ക്ലാസ് രണ്ട് തരത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒരു ഔട്ട്ലൈൻ പോലെ കാര്യങ്ങൾ വേഗം നമ്മൾ പറഞ്ഞു പോവുക, അത് നമുക്ക് കിട്ടാവുന്നതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. അതിനുശേഷം ഒരല്പസമയം ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലോ കാര്യങ്ങളിലോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുക. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹജ്ജ്, നമ്മളുടെ ഈ ഇരിക്കുന്ന ഹാജിമാരുടെ മുഖം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സത്യമുണ്ട്. നിങ്ങൾക്ക് ഹജ്ജിന് പോകേണ്ടുന്ന സമയത്താണ് അള്ളാഹ് നിങ്ങളെ അതിനുള്ള തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം പലപ്പോഴും ഹജ്ജ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ശാരീരികമായി വളരെ അവശത വന്ന ആളുകൾ ഒക്കെ സദസ്സിലുണ്ടാവാറുണ്ട്. അത് അവർ കരുതിക്കൂട്ടി അങ്ങനെ ആയതല്ല. അവരുടെ സാമ്പത്തികമായ ശേഷി എത്താൻ വൈകിയതാകാം. ചിലപ്പോൾ മറ്റു പല ബാധ്യതകളൊക്കെ അവരെ തളർത്തിയിട്ടുണ്ടാകും. പക്ഷേ ഹജ്ജ് എന്ന് പറയുന്നത് നേരത്തെ കാലത്തെ തന്നെ നമ്മൾ ചെയ്യണം എന്നാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മളുടെ ഹജ്ജ് ചെയ്യുന്നവരുമുണ്ടാകും, നമ്മളുടെ മക്കളുടേതോ ഉപ്പാൻ്റെതോ ഉമ്മാൻ്റെതോ ഒക്കെ ഹജ്ജ് നിർവഹിക്കുന്നവരുമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഹജ്ജ് പരിചിതമായ ഒരു കർമ്മമാണ്. അള്ളാഹു നമ്മളെ വിളിച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റബ്ബ് ചെയ്ത വിളംബരമാണ്. ആ വിളംബരം പ്രഖ്യാപിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അന്ന് മുതലേ അവിടെ നിൽക്കാതെ ഒരു നിമിഷം പോലും അവിടെ തവാഫ് മുടങ്ങിയിട്ടില്ല. ചില പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ പോലും അവിടെ മുടങ്ങാതിരിക്കാൻ അതിൻ്റെ ചുറ്റുപാടുകൾ താമസിക്കുന്നവർ നീന്തിക്കൊണ്ടുപോലും അവിടെ തവാഫ് നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന അവിടേക്കാണ് നമ്മൾ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ അത് നേരത്തെ ചെയ്തു കൊള്ളട്ടെ. കാരണം കുറേ വൈകിയാൽ ചിലപ്പോൾ നമ്മൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറും, അല്ലെങ്കിൽ രോഗിയാകും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഗൗരവം നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. അപ്പോൾ നമ്മൾ ഹജ്ജിന് ഒരുങ്ങുക എന്നത് ആദ്യം നമ്മുടെ ബാധ്യതയായിരുന്നു.
ആ ബാധ്യത നമ്മൾ ഒരുങ്ങിയപ്പോഴാണ് അള്ളാഹു നമുക്കതിനുള്ള വഴി കാണിച്ചു തന്നിട്ടുള്ളത്. ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായി ശാരീരികമായി ഒക്കെ ഉണ്ടായിട്ട് അത് പിന്നെ ആക്ക കുറച്ച് കഴിഞ്ഞിട്ടാക്ക, കുറച്ച് കാലം കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയി അവൻ മരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആകുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഒരു ബാധ്യതയുണ്ട് എന്നർത്ഥം. ആ ബാധ്യത നിർവഹിക്കാതെ പോയാൽ, നമ്മളിപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ഒരായത്തുണ്ട്, വഅക്കുൻ മിനസ്വാലിഹീൻ, ഞാൻ സ്വാലിഹികളുടെ കൂട്ടത്തിൽ പെട്ടുപോയ ഒരാളാവാം, മരിക്കണ നേരത്ത് പറയുമെന്നാണ്. ആ അക്കുൻ മിനസ്വാലിഹീൻ, ഞാൻ സ്വാലിഹികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാവാം എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ ഞാൻ അടുത്ത കൊല്ലം പടച്ചോനെ ഹജ്ജിന് പോയിക്കോളാ എന്ന് മരിക്കണീൻ്റെ ആ നിമിഷം കഴിയുന്ന ആൾ പറയുന്ന ആ പടച്ചോൻ പറയുമല്ലോ, ഇത്രയും കാലം പൈസയും ആരോഗ്യം ഉണ്ടായിട്ട് പോയിട്ടില്ലല്ലോ, എനിക്ക് പോണ്ട, അതുകൊണ്ട് മരണം ആ സമയത്ത് തന്നെ സംഭവിക്കുമെന്ന്. അപ്പോൾ മരണത്തിൻ്റെ മുമ്പ് ഇത് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് നമുക്ക് ഒരു ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഒരു നല്ല ഹജ്ജ് ഉദ്ദേശിച്ച ഒരാൾ, നല്ല ഒരു ഹാജി എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലവർ തന്നെയാണ്, ഹജ്ജുമ്മയും നല്ലവർ തന്നെയാണ്. പക്ഷേ നമ്മുടെ മനസ്സും നമ്മുടെ സ്വഭാവവുമൊക്കെ വളരെ നേർത്തതാവുകയും നല്ലതാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഹജ്ജിന് ശേഷം ഉണ്ടാവണം. നമ്മൾ യാത്ര തന്നെ നമ്മളെ നല്ലോണം പഠിപ്പിക്കും. നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ വളരെ വീട്ടിലെ ചിട്ട പുലർത്തുന്ന ആളുകളുണ്ടാവും. വീട്ടിലെ ചിട്ട അങ്ങനെയുള്ള നമ്മൾ പറയാൻ തരാം, എൻ്റെ പുരേന്നാണ് പോയാൽ എനിക്ക് ഉറക്ക് വരില്ല, എൻ്റെ പുരേക്ക് വൈകുന്നേരം കൂടെ എത്താഞ്ഞാൽ എനിക്ക് ഉറക്ക് ശരിയാവില്ല, അങ്ങനത്തെ പോലെ ഉറക്കമൊക്കെ ഇനി 40 ദിവസം പോകുകയല്ലാതെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ഇടം മാറുകയാണ്. അള്ളാഹു വിളിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇന്നു മുതൽ തന്നെ നമ്മളെ ആ ഒസ്വാസ് നമ്മൾ മാറ്റി വെക്കുകയാണ്. എന്നാണോ പോകാൻ ഒരുങ്ങുന്നത് അന്ന് നമുക്ക് വിചാരിച്ചാൽ പോരാ, ഇന്ന് നമ്മൾ വിചാരിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ കുറേ ലാളിത്യം ഇനി വരികയാണ്. ഒരു റൂമിൽ ഒരാൾ കടന്ന വീട്ടിൽ നിന്ന് നമ്മൾ 7 ആൾ 6 ആളൊക്കെ കിടക്കണ റൂമിലേക്കാണ് ഇനി പോകുന്നത്. ഉംറക്ക് 4 ആളുണ്ടായിരുന്ന റൂമിൽ ഇനി നമ്മൾ ചെല്ലുമ്പോൾ ആ റൂമിൽ ചിലപ്പോൾ 7 ആൾ വരെയൊക്കെ ഉണ്ടാവും. കാരണം ഈ 30 ലക്ഷത്തെ എല്ലാം കൊണ്ടും ഹറം പരിസരവും ഉൾക്കൊള്ളണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഹജ്ജ് ചെയ്യുന്നു, അവൻ്റെ ഹജ്ജിൽ അവൻ മറ്റൊരു തിന്മകളും അവൻ ഉണ്ടാക്കിയില്ല, തിന്മകളും അവൻ ചെയ്തില്ല, അവൻ തമ്മാടിത്തം കാണിച്ചില്ല, എങ്കിൽ അവൻ ജനിച്ച ഒരു കുട്ടിയെപ്പോലെ ആയിരിക്കും എന്നാണ്. ഈ ക്ലാസ് ഇത്ര ലളിതമാക്കുന്നത് നമ്മളെ മാത്രം ഉദ്ദേശിച്ചല്ല, ഇത് ഒരു പൊതുസമൂഹത്തിന് കൂടി ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് എടുക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ ഖബ്ലഹു, നമ്മുടെ ഹജ്ജിന് പോകുമ്പോൾ നമ്മുടെ ഉദ്ദേശം പൈസക്കായി പണിയൊന്നുമില്ല, ഇനിയിപ്പോൾ പുരയിലിങ്ങനെ ഇരിക്കുകയാണ്, എന്നാ ഒരു ഹജ്ജും കൂടി കഴിച്ചു വരാ എന്നല്ല. മുൻകാലത്തുള്ള എല്ലാ പാപങ്ങളെയും അള്ളാഹു മായ്ച്ചു കളയുന്ന കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുൻകാലത്ത് പാപികളായി ജീവിച്ചു എന്നല്ല പറയുന്നത്, എങ്കിലും എൻ്റെ ഹജ്ജ് എൻ്റെ പാപം അള്ളാഹ് പൊറുക്കാനാണ്. അവിടുന്ന് വീണ്ടും പാപങ്ങളും തല്ലും വക്കാണവും, മലയാളികൾ വളരെ പക്വത പാലിക്കുന്നവരാണ്. നമുക്കവിടെ ചെന്നാൽ കാണാം ഹാജിമാർ തമ്മിൽ തല്ലൂടണവും തിരക്കൂടണമൊക്കെ കാണാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ ഗൗരവം അറിയില്ല. ബാത്റൂമിൽ ചിലപ്പോൾ മുന്നിൽ നിന്ന് ബാക്കിൽ നിന്ന് ചിലപ്പോൾ വരി നിന്നും വരി തെറ്റിച്ച് അതിനൊക്കെ അടി ഉണ്ടായി, ബസ്സിലെ സീറ്റിന് വേണ്ടി അടി ഉണ്ടാക്കണവരൊക്കെ കാണാം. പക്ഷേ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ വളരെ ക്ഷമാലുവാണ്. നമ്മൾ ഒരുത്തനാണ് ഉന്തിട്ടാൽ പോലും, ഒരുത്തനാണ് തള്ളിയിട്ടാൽ പോലും നമ്മളവിടുന്ന് മെല്ലെ എഴുന്നേൽക്കുക എന്നല്ലാതെ വേറൊന്നും. ചിലപ്പോൾ ഭ്രാന്തായ ഒരാൾ, ഹജ്ജിന് വന്ന ഒരാളുടെ കൂട്ടത്തിൽ ഒരാൾ ഭ്രാന്തായ, അയാൾ നമ്മളെ തച്ചു, അയാൾ നമ്മളെ തള്ളി, നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ഉറുമ്പിനെ പോലും ഒരു ചെടി പോലും അവിടുന്ന് നുള്ളിയെടുക്കാൻ പാടില്ല. അത്രയും പവിത്രമായ ഒരു സ്ഥലമാണ് ഹജ്ജ്. ശ്രേഷ്ഠമായ ഒരു ധർമ്മസമരമാണ് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ
പറയാണ്. എന്താണ് പറയുന്നത്? ഖുൽതു യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി ചോദിച്ചു, നറാ അൽ ജിഹാദ അഫ്ളൽ അഅമാൽ അഫലാ നുജാഹിദ് മഅക് ഫഖാല ലാ യകുന അഫ്ളൽ ജിഹാദ് ഹജ്ജുൻ മബ്റൂർ. ഞങ്ങൾ ധർമ്മസമരം ചെയ്യട്ടെ റസൂലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജ് പുണ്യം നിറഞ്ഞ ഹജ്ജ്, പുണ്യം നിറഞ്ഞ, സഹായിക്കുക, അവിടെ നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടിക്കൊടുക്കുക, ഓതുക, ദിക്ർ ചെല്ലുക, ദുആ ചെയ്യുക. ആ ഒരു 40 ദിവസത്തെ അല്ലെങ്കിൽ 35 ദിവസത്തെ അല്ലെങ്കിൽ 30 ദിവസത്തെ നിറച്ചു നമ്മളൊരു വലിയ പാത്രവുമായി പോയി അതിലൊരുപാട് വിഭവങ്ങൾ കിട്ടുന്നത് പോലെ നമ്മൾ കർമ്മങ്ങളെ കൊണ്ട് നിറക്കുകയാണെങ്കിൽ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതൊരു വലിയ ധർമ്മ സമരമാണ് എന്നാണ്. അപ്പൊ ഇത് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ആദ്യം കിട്ടണം. ഹജ്ജ് എന്ന് പറയുന്നത് ഉംറയും ഹജ്ജും ഒരുമിച്ച് ചെയ്യുന്നതാണ് നമ്മൾ ഹജ്ജു തമത്തു എന്ന് പറയുന്നത്. ഫഇന്നഹുമാ യൻഫിയാനി അൽ ഫഖറ വസ്ദുനൂബ കമാ യൻഫി അൽ കീറു ഖബസ് അൽ ഹദീദ് വസ്ദഹബ് വൽഫില്ല വലൈസ ലിൽ ഹജ്ജത്തിൽ മബ്റൂർ സവാബുൻ ദൂനൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഹജ്ജും ഉംറയും ഒരാൾ കൂട്ടി ചെയ്തു കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തെ തന്നെ തുടച്ചു നീക്കും എന്നാണ്. നമ്മൾ വിചാരിക്കൂലേ 4-5 ലക്ഷം മുടക്കിയാൽ നമ്മളെ പൈസ പോവുകയല്ലേ ചെയ്യുക, അല്ല, വളരുകയാണ് ചെയ്യുക. നമുക്ക് അല്ലാഹ് തന്നു, നമ്മൾ അത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. ദാരിദ്ര്യത്തെ അത് നിർമാർജനം ചെയ്യും. മാത്രമല്ല അതിന് പകരം അള്ളാഹ് നമുക്ക് തരുന്നത്, നമ്മൾ ഈ ദുനിയാവ് മുഴുവൻ വിലക്ക് വാങ്ങാൻ നമുക്ക് കഴിയില്ല. നമ്മളൊരു ഏക്കറ ചിലപ്പോൾ വിലക്ക് വാങ്ങിക്കാണും, പക്ഷേ അതിനേക്കാൾ വലിയ വിലയായ നമുക്ക് ആ ഒരു വലിയ കർമ്മവും ധർമ്മവുമായിട്ടാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ വലിയ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നീങ്ങുകയാണ്. ആ സ്വർഗത്തെയാണ് നമ്മൾ ഇതുകൊണ്ട് ഇതിപ്പോ നമ്മൾ ഹജ്ജിന് പുറപ്പെട്ടു, നമ്മൾ അവിടെ എത്തി, നമ്മൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരം നമ്മൾ വഫാത്തായി. അത് നമ്മൾ കുടുംബത്തോടൊക്കെ നമ്മൾ പറഞ്ഞാൽ പോവാ, ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ തിരിച്ചു വരും, അല്ലേ? തിരിച്ചു വരാതിരിക്കാം. അപ്പൊ മക്കൾ എന്താ പറയാ അറിയോ? പാപ്പ നിങ്ങൾ ഇങ്ങനെ തിരിച്ചു വരൂല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയാവുന്നുണ്ട്. അപ്പൊ എന്നാ നിങ്ങളൊരു മുദ്ര പേപ്പറിൽ നിങ്ങളെ മുതലൊക്കെ ഞങ്ങൾക്ക് എഴുതിത്തരി. അപ്പൊ നമ്മൾ ശരിയാട്ടോ, നമ്മളിപ്പോ ഹജ്ജൊക്കെ കഴിഞ്ഞ് അഥവാ വന്നില്ലെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ വലിയൊരു കർമ്മത്തിന് പോകുമ്പോൾ ചെറുത്താൻ പരമാവധി എന്തെങ്കിലും ഒരു അദാബ് നമ്മളെ കൊണ്ട് ഒപ്പിക്കും. അങ്ങനെ ചില ആളുകൾ ചെയ്തു പോവാറുണ്ട്. ഒരു മുദ്ര പേപ്പറൊക്കെ വെച്ച്, എൻ്റെ 2 പെൺമക്കൾ ആണ് ഉള്ളത്, ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്ത് മുഴുവൻ എൻ്റെ 2 പെൺമക്കൾക്ക് തന്നെ ആയിരിക്കും, മറ്റാർക്കും അവകാശപ്പെട്ടതല്ല എന്ന് സ്വന്തം ആചാര്യ. എന്തായിരിക്കും നമ്മളെ ഹജ്ജും വിധിയൊക്കെ? അപ്പോ സമ്പത്ത് ഏറ്റവും വലിയ സമ്പത്തിന് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കൃത്രിമത്വങ്ങളൊന്നും നമ്മൾ ചെയ്തു വെക്കാൻ പാടില്ല. അതൊക്കെ അള്ളാഹ് വിധിച്ചതുപോലെ അവർക്ക് ലഭിക്കും. അതിലൊരു കുറവും നാട്ടുകാരോ മഹല്ലാരോ ഒന്നും വരുത്തൂല. നമ്മളതിൽ ആശങ്കിക്കേണ്ടതില്ല. പക്ഷേ അത് നമ്മൾ ഹജ്ജിന്റെ പുണ്യത്തെ, പരിശുദ്ധ ഖുർആൻ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാ, അവിടെ പവിത്രമായൊരു മണ്ണിലേക്ക് പോവുകയാകുമ്പോൾ സ്വഫയും മറുവയും ഒക്കെ അള്ളാഹുവിന്റെ പവിത്രമായ അടയാളങ്ങളിൽ പെട്ടതാണ്. അതുപോലെ പറഞ്ഞു വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ പവിത്രതയെ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ അത് നമ്മളുടെ തഖ്വയുടെ ഭാഗത്തിൽപ്പെട്ടതാണ്. വമൻ യുഅല്ലിം ഹുറുമാത്തില്ല, മറ്റൊരായത്ത് വമൻ യുഅല്ലിം ഹുറുമാത്തില്ല, ആരെങ്കിലും അള്ളാഹുവിന്റെ പവിത്രതകളെ ആദരിച്ചാൽ ഫഹുവ ഖൈറുൻ ലഹു, അതവന് ഖൈറാണ് എന്ന് നമുക്ക് ആ ഹുറുമാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം അൽ മഖ്സൂദത്തു ഹുനാ ഹിയ അഫ്അൽ ഹജ്ജ്. മക്കയുടെ പരിശുദ്ധിയെ ആരെങ്കിലും പരിപാവനമായി കണ്ടാൽ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ കർമ്മങ്ങളാണ്. എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത്? ആ ഹജ്ജിന്റെ കർമ്മത്തിൽ 2 കാര്യത്തിന് വളരെ പവിത്രത നൽകിക്കൊണ്ട് പറയുന്നു. അഫ്ളലുൽ ഹജ്ജ് അൽ ഹജ്ജു അൽ ഹജ്ജു വസ്സജ്ജു. ഏറ്റവും വലിയ ഹജ്ജ് എന്ന് പറയുന്നത് ഹജ്ജും സജ്ജുമാണ്. ആദ്യം കേട്ടിരിക്കുക, ബാക്കി വിശദമായിട്ട് നമുക്ക് പറയാം. അൽ ഹജ്ജു വസ്സജ്ജു. ഹജ്ജ് എന്ന് പറയുന്നത് അത് ശബ്ദം ഉയർത്തി തൽബിയത്ത് ചെല്ലലാണ്. ശബ്ദം ഉയർത്തി തൽബിയത്ത് ചെല്ലലാണ്. സജ്ജ് എന്ന് പറഞ്ഞാല് ബലിയറുക്കുക. അപ്പോ ഹജ്ജിൽ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കേണ്ടത്, ശബ്ദമുയർത്തിക്കൊണ്ട് തൽബിയത്ത് ചെല്ലണം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക്
അറവിനുള്ള പൈസ നമ്മൾ കാണണം. അവിടെ ചെന്നിട്ട് പണമടക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളുടെ സംഘം ഇവിടെ വെച്ച് തന്നെ ആ പൈസ അടക്കാനുള്ള സംവിധാനം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവും. മക്കയുടെ പരിശുദ്ധി നേരത്തെ നമ്മുടെ ഗുരു സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ഭൂമിയാണ്. അത് അല്ലാ തുശ്രിക് ബി ശൈഅ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു ദുആ ചെയ്യുന്നവരോ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയവരോട് സഹായ അർത്ഥന നടത്തുന്ന ഒരാളാണോ ഞാനെങ്കിൽ ഞാൻ അവിടേക്ക് ഹജ്ജിന് പോകാൻ പാടില്ല. ഞാൻ ചെയ്യുന്ന കർമ്മം ഷിർക്കാണ്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പരിശുദ്ധമായൊരു ഗേഹത്തിലേക്ക് ഞാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ നമ്മൾ ഷിർക്ക് ചെയ്യുന്നവരായി പോകരുത്. അത് പരിശുദ്ധമായ ഒരു ഭൂമിയാണ്. മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്നു. കറുത്തവൻ, വെളുത്തവൻ, ഉയരമുള്ളവൻ, കുറിയവൻ, നടക്കാൻ കഴിയാത്തവനും ചിലപ്പോൾ ഉണ്ടാവും ഹജ്ജിനൊക്കെ വരിക. അവരൊക്കെ നമുക്ക് സഹോദരന്മാരും സഹോദരിമാരുമായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഹജ്ജിന് പോകുമ്പോൾ ഒപ്പം നമ്മളിവിടെ വന്ന് നമുക്ക് ശാന്തമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കൊരു ഹറിബറി ഇല്ല, അല്ലേ? ടെൻഷനില്ല. ഞാനിപ്പോൾ ഇനി എങ്ങനെയാണ് ഹജ്ജ് ചെയ്യുക, പടച്ചോനെ ഇനിയിപ്പോൾ അതിനെ ഒരുങ്ങി, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് മൂത്രമൊക്കെ വറ്റിപ്പോണ ആൾക്കാരുണ്ട്. ആകപ്പാടെ ഇതതിന് പാടില്ല. ഇത് ജഅൽനൽ ബൈത മസാബത്തൽ ലിന്നാസി വ അംന. അള്ളാഹു പവിത്രമായ ആ ഗേഹത്തെ നമുക്ക് ആക്കി തന്നിട്ടുള്ള നിർഭയത്വമായ ഭൂമിയാണ്. അവിടേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ മനസ്സ് ഇനി ടെൻഷൻ ആകാൻ പാടില്ല. നമ്മളുടെ വീട്ടിൽ നിന്ന് അടുത്തുള്ള ഒരു ആശുപത്രിക്ക് പോവുകയാണ്, അല്ലേ? നമ്മളെന്താ ചെയ്യുക? നമ്മൾ വണ്ടി വരും, അല്ലെങ്കിൽ ബസ്സിന് കയറിയിട്ട് അവിടെ പോയി ഇറങ്ങും. അവിടെ നിന്ന് ടോക്കൺ എടുക്കും. ടോക്കൺ എടുത്താൽ ഡോക്ടർ അടുത്തെത്തും. ഡോക്ടർ കുറിപ്പെഴുത്തരും. അവിടുന്ന് ഫാർമസി പോവും. അവിടുന്ന് അത് മരുന്ന് വാങ്ങും. എന്നിട്ട് മരുന്ന് വാങ്ങി തൊട്ടടുത്തൊരു ചായപ്പൊടി ഉണ്ടാവും. അവിടുന്ന് ഒരു ചായയും കുടിച്ച് പുറത്തിറങ്ങി ഒരു ബസ് കയറി നമ്മൾ വീട്ടിലെത്തി അകത്ത് കയറി. നമുക്ക് എന്തേ തോന്നിയത്? ഒന്നുമില്ലാതെ. ഇതേപോലെയാണ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുക. തിരിച്ചു വരുമ്പോൾ നമുക്ക് നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ടെൻഷനും ഒരു ബുദ്ധിമുട്ടും നമ്മൾ അനുഭവിക്കുകയില്ല. എന്നാൽ ഹജ്ജിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹജ്ജ് ഒരു പ്രയാസമുള്ള യാത്ര, ഒരു ശിക്ഷയുടെ കഷ്ണമാണ്. ഹജ്ജിന്റെ നിയമങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോവുകയാണ്. അത് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. ഹജ്ജ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഹജ്ജു തമത്തു, ഉംറയും ഹജ്ജും. ഉംറ പ്ലസ് ഹജ്ജ്. ഒരു ഉംറ ചെയ്ത് നമ്മളുടെ സാധാരണ ഡ്രസ്സിൽ തഹല്ലുലായിക്കൊണ്ട് തന്നെ മക്കയിൽ നമ്മൾ നിവസിച്ച് ഹറമിന്റെ പരിസരത്തുള്ള റൂമിൽ നിന്ന് ഹജ്ജിന്റെ ദിവസം നമ്മൾ ഇഹ്റാം ചെയ്തു പോകുന്നതാണ് ഹജ്ജു തമത്തു. രണ്ടാമത്തത് ഹജ്ജ് ഖിറാൻ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യ സമയങ്ങളിൽ ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിച്ച് അതേ ഡ്രസ്സിൽ തന്നെ ഹജ്ജിലേക്ക് ദുൽഹജ്ജത്തിന് പ്രവേശിക്കുന്നത്. അത് നമ്മൾ ഖത്തറിന്ന് ഒമാനിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ അങ്ങനെ നിർവഹിക്കാറുണ്ട്. മൂന്നാമത്തത് ഹജ്ജ് ഇഫ്രാദ് എന്ന് പറയുന്നത് ഒറ്റയാക്കുക എന്നാണ്. ഹജ്ജ് മാത്രം. ഉംറ അവർക്ക് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് സമയം കിട്ടൂല, അല്ലെങ്കിൽ അവര് ജിദ്ദയിൽ നിന്നോ നമ്മുടെയൊക്കെ മക്കളൊക്കെ ആയിരിക്കും. അവര് ഹജ്ജിന്റെ ദിവസം അവർ ഇഹ്റാം ചെയ്ത് നേരെ വരും. എന്നിട്ട് ഹജ്ജ് നിർവഹിച്ച് കഴിഞ്ഞ് അവർ അവിടേക്ക് തിരിച്ചു പോകും. അങ്ങനെയുള്ള മക്കയിലുള്ള ആളുകളും അങ്ങനെ ചെയ്യും, അവിടുത്തെ അറബികളും അങ്ങനെ ചെയ്യും. അതിന് ഹജ്ജ് ഇഫ്രാദ് എന്ന് പറയാം. അതിന് ബലി അറുക്കേണ്ടതില്ല. ഒരു ഹജ്ജിന്റെ ഒരു ലളിതമായൊരു ഹജ്ജാണത്. ആദ്യം പറഞ്ഞ നമ്മൾ ഹജ്ജു തമത്തു എന്ന് പറയുന്നത് ഉംറ നിർവഹിച്ച് കഴിഞ്ഞ് നമ്മൾ സാധാ ഡ്രസ്സിൽ തുടർന്ന് ഹജ്ജിന്റെ ദുൽഹജ്ജ് 8 നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് ഹജ്ജ് തമത്തു. അതിൻ്റെ പൂർണ്ണതയുടെ കൂട്ടത്തിൽ ഒരു ബലി അറുക്കുക എന്നത് നിയമമായി ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുമ്പോൾ പലപ്പോഴും കാണാം, പിന്നെ ഈ ഹജ്ജിനൊക്കെ ഒരുങ്ങി അവിടെ എത്തി ഇവിടുന്ന് 5-6 ലക്ഷമൊക്കെ കൊടുത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ പിന്നെ ഈ അറിവ് ഒഴിവായി കിട്ടാൻ വല്ല മാർഗമുണ്ടോ?
അറിവ് ഒഴിവായി കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഇവിടെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങിയില്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താന്ന് വിശ്വസിക്കണ നാടാ നമ്മളതൊക്കെ അല്ലേ? അറിവില്ല, ഇറച്ചില്ല ഞാൻ വെള്ളിയാഴ്ച ചൊവ്വാവൂല. അങ്ങനെയുള്ള നാട്ടിൽ നിന്ന് പിന്നെ ഇതൊക്കെ മുടക്കി പോയിട്ട് അവസാനം ഒരു അറിവ്. അപ്പോൾ ഉസ്താദുമാര് എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ഫത്വ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ ഓല് പറയും നിങ്ങൾ എന്തായാലും നിയ്യത്ത് ചെയ്ത് പോകുന്നത്, ഞാൻ അറിവുള്ള ഹജ്ജ് ഒരുങ്ങിയാൽ പോകുന്നത്, ഇവിടെ എത്തുമ്പോൾ ഹജ്ജ് അതിന് പൈസ ഉണ്ട്, നീ ഈത്തപ്പഴം വാങ്ങാനും കുട്ടികൾക്ക് വല്ല ഹെലികോപ്റ്ററൊക്കെ വാങ്ങാൻ തികയില്ല, അതുകൊണ്ട് ഞാൻ ആ അറിവൊന്നും ഒഴിവാക്കി തരുമോ? അപ്പോൾ ഉസ്താദുമാർ ഫത്വ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അവർ പറയും ഇന്ന് ആയിക്കോട്ടെ ഹജ്ജ് ഒഴിവാക്കുക, നിങ്ങൾ ഹജ്ജ് ഇഫ്രാദാക്കിക്കളി എന്ന് പറയും. അപ്പോൾ ഹജ്ജ് ഇഫ്രാദാക്കി കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും ഇനിയിപ്പോൾ അതിന് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അതിനിപ്പോൾ നിങ്ങൾ നെയ്യത്ത് മാറ്റിയ വകയിൽ നിങ്ങളൊരു ആടിനെ ഇറക്കണം, അപ്പം ആ ആടിനെ ഹജ്ജിനെ തന്നെ അറുത്താൽ മതിയായിരുന്നു. അപ്പം എന്ത് ചെയ്യും, ആകെ ജനം അതുകൊണ്ട് ഇങ്ങോട്ട് ബുദ്ധിമുട്ടും. പക്ഷേ ഇത് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര അത്ഭുതം തോന്നില്ല. ഇതെന്തിനായി പറയുന്നത്? നിങ്ങൾ ചില ട്രാവൽ ഏജൻസികൾ ഈ അറിവ് എപ്പോഴും നിർവഹിക്കാം, ഈ അറിവ് ഹജ്ജിന് കാത്തിക്കണ്ട, ചെന്നത് മുതൽ ഇറക്കാം. അപ്പോൾ ഓരോ ദിവസവും ഓരോ ആചാരം അങ്ങനെ ഇറക്കണ മാതിരിയാണ് ആടിനെ ഇറക്കുക എന്നർത്ഥം. അത് വെച്ചിട്ട് അങ്ങനെ വിളമ്പി അവരുടെ ചെലവ് അങ്ങനെ കഴിയും. പാവം ഹാജിയുടെ ഹജ്ജൊക്കെ ആകെ ഇൽത്തിബാസായ പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെടാറില്ല. കാരണം ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടാണ് പോവുക. ഇഹ്റാം നമുക്കറിയാം, നിങ്ങൾ ഉംറ നിർവഹിച്ച ആളുകളായിരിക്കും യാത്ര പോകുന്നവരധികവും അല്ലേ? ആദ്യമായി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ മതി. ആദ്യമായി അൽഹംദുലില്ലാ. അപ്പൊ ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കാറിയോ? പഠിച്ചവനെ ഇനി ഞങ്ങളെ കാര്യം ഇതാണ്. ആ ചിന്ത ഒഴിവാണ്. ആദ്യമായിട്ട് കോഴിക്കോട്ടേക്ക് വരുന്ന ഒരാൾ, ഇപ്പൊ ഞാൻ അടുത്ത് ബസ്സിൽ നിൽക്കണ ആദ്യമായിട്ട് കോഴിക്കോട്ടേക്ക് വരുന്ന ഒരു ഭാര്യയും ഭർത്താവുമാണ്. ആദ്യമായിട്ട് അവർ കോഴിക്കോട്ടേക്ക് വരുന്നത്. ഒരു ബസ് കയറിയിട്ട് പറഞ്ഞു കോഴിക്കോട് ഇന്ന അടുത്തേക്കാ പോകേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളോട് പറയണം. അപ്പൊ കണ്ടക്ടറോട് ഓർമ്മപ്പെടുത്തി. കണ്ടക്ടർ പറഞ്ഞു ഇവിടെ ഇറങ്ങി ഒരു ലക്ഷ്യത്തിലേക്ക് പോവാണ്. ഇതേപോലെ ആദ്യമായി എന്നല്ല, നമ്മളൊരു യാത്രക്കൊരുങ്ങി, അത് അള്ളാഹ് ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ അള്ളാഹ് വിളിച്ചിട്ട് പോവാണ്, നിങ്ങൾ അവിടുത്തെ അതിഥിയാണ്. നമ്മളിവിടെ തന്നെ നാട്ടിലൊക്കെ ബോർഡ് വരാൻ തുടങ്ങി, എന്താണ് അതിഥികൾക്ക് സ്വാഗതം, എയർപോർട്ടിലൊക്കെ വരിക. അതിഥികളാണ് നിങ്ങൾ. അതിഥികളെ എവിടെയെങ്കിലും ബുദ്ധിമുട്ടിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ചോദിക്കും അല്ലെങ്കിൽ പറയും. ഇഹ്റാമില് നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് ഇഹ്റാമിന്റെ വസ്ത്രം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും ഒഴിച്ച് മറക്കാവുന്ന വസ്ത്രം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഔറത്ത് നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇഹ്റാമിൽ നമുക്ക് ഔറത്ത് പൂർണ്ണമായും പൊക്കിളിന്റെ മുകളിൽ തന്നെ നമ്മളുടെ തുണി വരണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അല്ലാത്ത സമയത്ത് ശ്രദ്ധിക്കുന്നത് പോലെ ബെൽറ്റ് നമ്മൾ ഉപയോഗിക്കും. ആ ബെൽറ്റ് കുറച്ച് വീതി ഉള്ളത് വാങ്ങണം. അതാണ് നമുക്കൊരാവശ്യമുള്ളത്. പിന്നെ നമ്മൾ ഇഹ്റാം തുണി എടുക്കാനൊരു തുണി, പുതക്കാനൊരു തുണിയാണ്. അപ്പൊ എടുക്കാനും പുതക്കാനുമുള്ള തുണി പരമാവധി കട്ടി വല്ലാതെയുള്ള ടർക്കി തുണി ഹജ്ജിന് എടുത്തത് ബുദ്ധിമുട്ടാവും. ബാഗിലൊക്കെ ഒരുപാട് വലിയ ടൈറ്റ് വരും, നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു തിളങ്ങാത്ത, പുറത്ത് കാണാത്ത, നമ്മളുടെ ശരീരം ഒരിക്കലും നനഞ്ഞാൽ പോലും പുറത്ത് കാണാത്ത കട്ടിയുള്ള തുണി നമുക്ക് ഇഹ്റാമിന് കിട്ടും. അങ്ങനത്തെ ഒരു 3 സെറ്റ് നമ്മൾ കരുതണം. 3 സെറ്റ്. ക്ലാസ് പൊതു ക്ലാസ്സാണ്, ഇത് ഓൺലൈനിലും കേൾക്കുന്നുണ്ടോണ്ട് കൃത്യമായിട്ട് പറയുന്നത്. 3 സെറ്റ് ഡ്രസ്സ് പുരുഷൻ കരുതണം. എന്ന് പറഞ്ഞാൽ 3, 2, 6 തുണി. അത് ഉടുക്കുകയും പുതക്കുകയൊക്കെ ചെയ്യാം. അവിടെ ചെന്നിട്ട് അലക്കി കൊണ്ട് നമ്മൾക്ക് അല്ലാത്ത വസ്ത്രമായിട്ട് തുണിയായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാം. തുണി വേറെ കരമുള്ളതിന് വേറെ എടുക്കണമെന്നില്ല. പക്ഷെ ഒരു 2 തുണിയും 2 ഷർട്ടും നമ്മൾ സാധാരണ എടുക്കുകയും ചെയ്യും. ഒരുപാട് ഡ്രസ്സ് കൊണ്ടുപോണ്ട. അതൊക്കെ അതേപോലെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരലാണ് എല്ലാവരും. അവിടെ ചെന്നാൽ നമുക്ക് തോന്നും ഇതൊന്നും വേണ്ടില്ലായിരുന്നു. ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം. സ്ത്രീകൾ എടുക്കുന്ന ഒരു ഡ്രസ്സ് ഉണ്ടാവും, അതിൻ്റെ പുറമെ ഒരു 3 പർദ്ദയും 3 മഫ്തയും നിങ്ങൾ കരുതിയാൽ മതി. ടോട്ടൽ 4 ആവശ്യം വരുള്ളൂ. 1 അവിടെ നമ്മൾ വിചാരിച്ച മാതിരി അലക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് അലക്കൂല. അലക്കൽ കുറയുമ്പോൾ പിന്നെ ഉണക്കും വേണ്ടല്ലോ. അപ്പം അതിനനുസരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തന്നെ തോന്നും ഹജ്ജ് വന്നു, നമ്മളങ്ങനെ വിയർക്കുന്നൊരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. അവിടെ എത്ര നമ്മൾ വെയിൽ കൊണ്ടാലും വിയർപ്പുണങ്ങി പോകും. അതുകൊണ്ട് നമ്മൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. പുരുഷനെ സംബന്ധിച്ചും സ്ത്രീയെ സംബന്ധിച്ചും യാത്രക്ക് ഒരുങ്ങുമ്പോൾ പൊതു ക്ലാസ് ആയിട്ട് പറയാണ്, ഇഹ്റാമിൻ്റെ കുളി നമ്മൾ ഗവൺമെൻറ് ഹാജിമാരെ
ആണ് എങ്കിൽ അവർക്ക് ഇഹ്റാമിന്റെ കുളി വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് വരണം. എയർപോർട്ടിൽ സൗകര്യം ഉണ്ടാവുകയില്ല, ഹജ്ജ് ക്യാമ്പിൽ ഉണ്ടാവില്ല. ക്യാമ്പിൽ സൗകര്യം ഉള്ളതുണ്ട്, ഉപയോഗപ്പെടുത്തുക ഇഹ്റാമിന്റെ കുളി. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഹാജിമാരായി എയർപോർട്ട്, കോഴിക്കോട് എയർപോർട്ടിൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചു വരണം. രണ്ടാമത്തത്, നമ്മളുടെ ശരീരഭാഗങ്ങളൊക്കെ കുളിക്ക് മുമ്പ് വൃത്തിയാക്കണം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ വൃത്തിയാക്കുന്നതാണ് എങ്കിൽ അത് പൊതുവായി ഞാനൊന്ന് പറയാം. മൂന്നാമത്തത്, നമ്മൾ മീശ വെട്ടുകയും നഖം മുറിക്കുകയും അതേപോലെ തന്നെ ശാരീരിക ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കുകയും വേണം. യാത്രാരേഖ നമുക്ക് എയർപോർട്ടിലെ പള്ളിയിൽ നിന്നാണ് തരിക. ഭാരം കുറഞ്ഞ 3 ബാഗ് ആണ് നിങ്ങൾ, 2 ബാഗ് അല്ലേ നമ്മൾ ഹജ്ജിന് കൊടുക്കുന്ന, അല്ലേ 2 ബാഗ്. ഒന്ന് പിന്നെ വലിയ ഒരു ബാഗ് ഉണ്ടാവും, പിന്നെ ഒരു ചെറിയ നമുക്ക് പാസ്പോർട്ടൊക്കെ ഇടാനുള്ള ഒരു ബാഗും ഉണ്ടാവും. ഇങ്ങനെ തരിക. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ ഒരു മിനായിലേക്കും അറഫയിലേക്കുമുള്ള പോകാൻ ചെറിയ ഒരു ബാഗ് നമ്മൾ കയ്യിൽ കരുതണം. ചെറിയൊരു ബാഗ്. ആ ചെറിയ ഒരു ബാഗ് എന്ന് പറയുന്നത് നമുക്ക് എത്രയേ വേണ്ടുള്ളൂ അറിയോ? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു തുണിയും ഒരു കുപ്പായോ അതിലിടണം, ഒരു ഇഹ്റാൻ ഡ്രസ്സ് ഇടണം, പിന്നെ ഒരു ചെറിയ ബെഡ്ഷീറ്റ്, കട്ടി വളരെ കുറഞ്ഞ ബെഡ്ഷീറ്റായിട്ടും പുതപ്പായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെഡ്ഷീറ്റ്. ആ ബെഡ്ഷീറ്റ് മിനായിൽ ഉണ്ടാകും. പക്ഷേ നമ്മൾ എണ്ണി 12 ആക്കി എണ്ണി അവസാനം 2 ഇല്ല. അപ്പോൾ നമുക്ക് എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് ചിലപ്പം വേറൊരാൾക്ക് കൊടുക്കാം. അപ്പോൾ മിനായിലേക്കുള്ള ഒരു ചെറിയ ബെഡ്ഷീറ്റും ഇതേ നമുക്ക് ഇടാൻ ഒരു ബാഗാണ് വേണ്ടത്. അപ്പോൾ ബാഗിൻ്റെ വലുപ്പത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വലിയ ബാഗ്, ആ വലിയ ബാഗ് നമ്മൾ വീട്ടിൽ നിന്ന് അതിൽ നിറച്ച് കഴിഞ്ഞാൽ ഒന്ന് പൊക്കി നോക്കിയിട്ട് പൊങ്ങുമെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ പൊങ്ങൂലെങ്കിൽ അതിൽ നിന്നുള്ള ഒഴിവാക്കുക. കാരണം എന്താ അറിയോ, നമ്മൾ ആ ജിദ്ദിക്ക് പോവുക അല്ലേ, എൻ്റെ മക്കളൊക്കെ അവിടെ ഉണ്ട്, അപ്പം ഈ ഒരു 2 കിലോ കൂവപ്പൊടി കൊണ്ടുപോകുമോ, ആ അരിപ്പൊടി കൊണ്ടുപോകുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊടി കൊണ്ടുപോകാൻ പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഹജ്ജിന് പോവുകയാണ്. അപ്പോൾ അതൊക്കെ നൈസായിട്ട് മെല്ലെ ഓല് കൊണ്ടുവരുമ്പോൾ തന്നെ ഞങ്ങൾ ഹജ്ജിന് പോവുകയാണ്, അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ മതി ആൾക്കാരോട്. അപ്പോൾ പൊടിയും കുറേ ചേനയൊക്കെ ഒഴിവാകും. അല്ലാതെ എല്ലാവരുടെ ചേനയും പൊടിയും നമ്മൾ എന്താ പറയുക, ഹജ്ജിന് പോകുന്ന ആൾ മനസ്സും ശരീരവും കുറച്ച് ഫ്രീ ആണെങ്കിൽ ലഗേജ് ഭാരം ഉണ്ടാകാൻ പാടില്ല. മറ്റേത് ഒരൊറ്റ ഇവിടുന്ന് ലഗേജ് ഏറ്റനോട് കൂടി ഞെട്ടിയാൽ പിന്നെ ഹജ്ജ് പോവും. അത് ഞാൻ ഹജ്ജ് അമീറായിട്ട് പോകുന്നതുകൊണ്ട് പറയാണ്, ഈ ബാഗ് ഏറ്റാൻ നമ്മളേ ഉള്ളൂ. വേറെ ഒരു അമീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 50 ആളുകളുടെ ബാഗ് ഏറ്റാൻ കഴിയില്ലല്ലോ. ഞങ്ങളൊക്കെ കൂടിത്തരും, നിങ്ങൾക്ക് പോകുന്ന സമയത്ത് ഒന്ന് തല പിടിക്കാനൊക്കെ കൂടിത്തരും. അപ്പോൾ ഹജ്ജിന് പോകുന്ന എല്ലാ ഹാജിമാരോടും പറയാണ്, ഒരുപാട് വലിയ ലഗേജുമായി പോകരുത്. അത് എയർപോർട്ടിലെത്തിയാൽ അവിടെ നിന്ന് എടുത്തു വെക്കേണ്ടത് നിങ്ങളാണ്. അവിടെ നിന്ന് എടുത്ത് ബസ്സിൽ ആളുണ്ടാകും എന്നത് ശരി, പക്ഷേ ആളുണ്ടോ എന്ന് ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ രാത്രിക്കാരിറങ്ങുന്നത്, അവിടെ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ആളുകൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ എടുത്തു വെക്കേണ്ടി വരും. ട്രോളിയിൽ നിന്ന് ബസ്സൊക്കെയാണ് ഉന്തി ഇടേണ്ടി വരും. ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ബാഗ്, അപ്പോൾ ഒരു വലിയ ബാഗ് ഉണ്ടാവും, ഒരു ചെറിയ തൂക്കുന്ന ബാഗ് ഉണ്ടാവും, ഒരു ചെറിയ ഒരു ബാഗ് നമ്മൾ കയ്യിൽ കരുതുക. അതിനി വലിയ കോസ്റ്റൊന്നും ആകണം എന്നില്ല. ഒരു ജോഡി ചെരുപ്പ് എക്സ്ട്രാ നമ്മൾ കരുതണം. ഒരു കണ്ണട എക്സ്ട്രാ കരുതണം. അതിന് കണ്ണടക്ക് കൂടൊക്കെ ഉണ്ടായിക്കോട്ടെ, അത് നമ്മളെ ഹാൻഡ് ബാഗിൽ സ്റ്റോർ ചെയ്യണം. കാരണം എവിടെയെങ്കിലും കാരണവശാൽ ഒരു കണ്ണട നഷ്ടപ്പെട്ടാൽ നമ്മൾ ചിലപ്പോൾ യാത്രക്കിടയിൽ നമ്മൾ ഓത്തും ദിക്കറുകളുമൊക്കെ ബുദ്ധിമുട്ടും. അവിടെ കണ്ണട ഷോപ്പ് പോയാൽ കണ്ണട വാങ്ങാൻ കണ്ണ് കാണില്ല, കാരണം അത്രയും വലിയ വില നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പിന്നെ വലിയ വിഷമം ഉണ്ടാവാറുണ്ട്. അപ്പം ഇഹ്റാമിൽ പാടുള്ളതും പാടില്ലാത്തതും നമുക്കറിയാലോ. ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നഖം മുറിക്കുക, കടിക്കുക, മുടി പറിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, മുടി കളയാ പാടില്ല. സുഗന്ധം ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പൂശാൻ പാടില്ല. വിവാഹ അഭ്യർത്ഥന അല്ലെങ്കിൽ വിവാഹ ചിന്ത അല്ലെങ്കിൽ വിവാഹം കർമ്മശാസ്ത്ര വിധിയാവുമ്പോൾ അതൊക്കെ പറയണം. അതേപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധം, വികാരശമന മാർഗങ്ങൾ, ഇവ പാടില്ലാത്തതാണ്. പിന്നെ ഇഹ്റാമിൽ നമ്മൾ ശാരീരികമായി പാടില്ലാത്തത് തുന്നിയ വസ്ത്രം പാടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എയർപോർട്ടിൽ എത്തുമ്പോൾ തന്നെ ബനിയനും ജഡ്ഡിയുമൊക്കെ നമ്മൾ ആദ്യം തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഊരി ഇട്ടതിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് തുണിയെടുത്തു പോരും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആ തുണി എടുക്കുക. സാധാ തുണിയിൽ നമ്മൾ ഇഹ്റാമിൻ്റെ തുണി മാറ്റുക. പക്ഷേ ഇഹ്റാമിൻ്റെ തുണി മാറ്റുമ്പോൾ നമുക്ക് ഇതൊക്കെ പാടെ പള്ളി സൗകര്യത്തിൽ മാറ്റാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ ബനിയനും ജഡ്ഡിയും ഇടാതെ പോകുന്ന, നമ്മളൊരു വീട്ടിലൊരു വണ്ടിയിലല്ലേ പോരുക, വന്നാൽ നമുക്കിതൊക്കെ സൗകര്യമാണ്. തുന്നിയ വസ്ത്രം പാടില്ല. ഇഹ്റാമിൽ പ്രവേശിച്ച് വിമാനത്തിലെത്തി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലാണ് ഇഹ്റാം
തല മറക്കാൻ പാടില്ല, സ്ത്രീകൾ മുഖവും മുൻകൈയും മറക്കാൻ പാടില്ല, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറയുകയും ചെയ്യണം. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുതക്കുന്ന തുണി അത് നമ്മൾ മത്താഫിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ്, ഉംറ തുടങ്ങുന്നതിൻ്റെ മുമ്പാണ്. അത് ഉസ്താദ് അവിടുന്ന് പറഞ്ഞു തരും. തുണി നമ്മൾ ഈ തല ഭാഗത്ത് കൂടെ അടിയിൽ കൂടി ഭാഗം ഇതിലാകാൻ പാടില്ല, ഇതിലെങ്ങനെ ഇങ്ങോട്ട് ചമക്കുന്ന രൂപത്തിലാണ് അതിലുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് അവിടുന്ന് പ്രത്യേകമായി ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ ഉസ്താദുമാരും പറഞ്ഞു തരും. ഇനി ഗവൺമെൻറ് ഹാജിമാരായി പോകുന്ന ആരെങ്കിലും സദസ്സിലോ ഇത് കേൾക്കുന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ ഒരു പിക്ചർ നമ്മൾ പെട്ടെന്ന് മനസ്സിലാകുന്നത് കായബ, ഞാൻ അങ്ങനെ കണക്കാക്കൽ, കായബ ഒരു കാര്യപ്പെട്ട ആളാണ്, അപ്പം നമ്മളെ ചുമൽ ഭാഗം കാണണ്ട എന്ന് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് കൂടി ഇട്ടിട്ട് ഇവിടെ തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണല്ലോ തവാഫ് ചെയ്യുക, അപ്പോൾ അത് സൗകര്യപ്രദമാണ്. അങ്ങനെ നമ്മൾ ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ച് യാത്ര എന്ന് പറയുന്നത് വളരെ സുഖമാണ്, വിമാനമാണ്, ആ ഇനിയിപ്പോൾ അവിടെ എത്തിയ ബസ്സാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. യാത്ര ഒരു ഖിത്അത്തു മിനൽ അദാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖിത്അത്തു മിനൽ അദാബ്, ശിക്ഷയുടെ ഒരു കഷ്ണമാണ് യാത്ര എന്നാണ്, ശിക്ഷയുടെ ഒരു കഷ്ണമാണ്. അപ്പോൾ യാത്രയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങല്ലേ, അപ്പോൾ ഒരു വുളു ചെയ്യാറുണ്ട്. യാത്രയാണെങ്കിൽ അല്ലെങ്കിലൊക്കെ വുളു ചെയ്താൽ വുളുവിൻ്റെ 2 റക്അത്ത് നമസ്കാരം എപ്പോഴും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. നമ്മൾ വലത് കാൽ വെച്ച് ഇറങ്ങും. സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. നമ്മളുടെ യാത്രക്ക് നമ്മൾ എയർപോർട്ടിലെത്തുന്നു, നമ്മളെ യാത്രക്ക് അയക്കുന്ന ആളുകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, എല്ലാ ഹൈറിനും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വിമാനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന നമ്മൾ എന്നും ചൊല്ലുന്ന പ്രാർത്ഥന മറക്കരുത്. നമ്മുടെ ഇതിൻ്റെ ബുക്ക്ലെറ്റിൽ അതുണ്ട്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന വിശദമായി ഉള്ളത് കുറച്ചും കൂടി വിശദമായി അതിൽ കൊടുത്തു കാണും. കാരണം അത് നമ്മളുടെ ഉംറ ഹജ്ജ് യാത്ര കൂടി കണക്കാക്കിക്കൊണ്ടാവുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വരും. നമ്മളെ ബാഗ് നോക്കുക, നമ്മളെ ഡ്രസ്സ് നോക്കുക, നാട്ടിലേക്ക് വിളിക്കുക, നാട്ടിൽ നിന്ന് ഇവിടുന്ന് ആണ്ടുള്ള വിളിക്കുക, അവിടുന്ന് ഇങ്ങോട്ട് ലൈവ് അയക്കുക. ഇതിനല്ല നമ്മൾ പോണത്, നമ്മൾ ദുആ ചെയ്യാനാണ്. ദുആയും ദിക്റും ഓത്തും ഇബാദത്തും ഇത് കൂടുതൽ നമ്മൾ ഇവിടുന്ന് ചെയ്യൂല, അവിടെ എത്തിയാൽ അതേ ഉള്ളു പണി. അപ്പോൾ അത് തന്നെ നമ്മൾ വേറെ ചിലർ കാണാം ഇങ്ങനെ പറയും, മൗലവി ഞങ്ങളിപ്പോൾ ഇന്ന് ഹറമ ഏകദേശമൊക്കെ ചുറ്റിക്കണ്ടു, ഹറമിൻ്റെ എല്ലാ വാതുക്ക കൂടിയും പോയി. അതൊന്നൊരു വലിയ പുണ്യകർമ്മല്ല. എല്ലായിടത്തും പോയി നമ്മളിപ്പോൾ കൊല്ലമൊക്കെ നടന്ന് കണ്ടിട്ട് നാട്ടിൽ വന്ന് പറഞ്ഞു കൊടുത്താൽ പിറ്റത്തെ കൊല്ലുമ്പോൾ ആ വാതിൽ അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ അതിനൊന്നും വെറുതെ നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്നാണെങ്കിൽ ദിക്ർ, ദുആർക്ക് തവാഫ് വർദ്ധിപ്പിക്കാൻ അനുവാദമുണ്ടെങ്കിൽ വർദ്ധിപ്പിക്കുക, ദിക്റുകൾ ദുആകൾ വർദ്ധിപ്പിക്കുക. ഇങ്ങനെയുള്ള ആരാധനാ ചിട്ടയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആത്മീയത നമുക്ക് തിരിച്ചു കിട്ടാൻ എന്ന് പറഞ്ഞാൽ പോയി എന്നല്ല പറയുന്നത്, അതിന് സാധിക്കണം. മീഖാത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ വിമാനം കയറി ഏകദേശം ഒരു 3.25 മണിക്കൂർ, ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ യഥാർത്ഥ മീഖാത്ത് എത്തി. അവിടെ എത്തുമ്പോൾ നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉംറ പ്ലസ് ഹജ്ജാണ്. അപ്പൊ ആദ്യത്തെ ഉംറയ്ക്ക് ശേഷം രണ്ടാമത്തെ ഒരു ഉംറ ഉണ്ടാവുമോ ഇല്ലേ എന്ന് നമുക്ക് ആദ്യം അറിയില്ല. അതുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം. പക്ഷേ മനസ്സിലുള്ള ഒരു ചിന്ത, ഞാൻ ഹജ്ജിനോട് കൂടിയുള്ള ഉംറയാണ് ഈ നിർവഹിക്കുന്നതെന്ന് നമ്മുടെ നിയ്യത്തിൽ ഉണ്ടാകണം. ഇനി ഒരാൾ പ്രഖ്യാപിക്കുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ വ ഹജ്ജൻ എന്നയാൾ പ്രഖ്യാപിച്ചു എന്നിരിക്കുക, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്നും മതി. അങ്ങനെ അദ്ദേഹം ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ കുളി കഴിഞ്ഞ് ഇഹ്റാമിന്റെ വസ്ത്രം മാറി വിമാനത്തിലെത്തി. വിമാനത്തിൽ 3.25 4 മണിക്കൂറോ കഴിയുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, നമ്മൾ പറയുന്നു ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. അതോടുകൂടി തൽബിയത്ത് ആരംഭിക്കുക. ഇവിടെ നിന്ന് പോകുമ്പോൾ ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന നമ്മൾ ഹറമിനോട് ഏകദേശം 80 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ മീഖാത്ത് എത്തുക. നമ്മൾ എയർപോർട്ടിലേക്ക് വീണ്ടും അതിൻ്റെ മുകളിലൂടെ അപ്പുറത്തൂടി പോവുകയാണ്.
അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ തൽബിയത്ത് ചൊല്ലുകയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അത് ആവർത്തിച്ച് പുരുഷൻ ഉച്ചത്തിലും സ്ത്രീ പതുക്കയുമായി ഇങ്ങനെ ആവേശത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഉത്തരം ചെയ്ത് ഞാൻ വന്നിരിക്കുന്നു, യാതൊരു പങ്കുകാരനുമില്ലാത്ത നിന്റെ വിളിക്കിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. എല്ലാ സ്തുതിയും അനുഗ്രഹവും നാഥ നിനക്കാണ്, രാജാധികാരവും നിനക്ക് തന്നെ, നിനക്കാരും പങ്കുകാരില്ല. അപ്പോ ഏകദൈവ വിശ്വാസത്തിന്റെ വാചകമാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. പലതും കാണാം, പലതും കേൾക്കാം, പല ആചാരങ്ങൾ കാണാം, പലരെയും വിളിച്ചു ദുആയിരക്കുന്നത് കാണാം. അതൊക്കെ അറിവില്ലാത്ത സമൂഹമാണ് എന്ന് നമ്മൾ വിചാരിക്കുക എന്നല്ലാതെ കുറേ ആളുണ്ടെന്ന് കരുതിയിട്ട് ഒരു സംഘമാണ് ഒക്കെ ചെയ്യുന്നതൊക്കെ കാണും. പക്ഷെ അതൊക്കെ എന്താ പറയാ, അവരുടെ കർമ്മത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയെത്തുന്ന നമ്മൾ ശിർക്ക് ചെയ്യാത്തവർ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇഹ്റാമിൽ നമുക്ക് പാടില്ലാത്ത കാര്യങ്ങൾ കർമ്മവിധി പ്രകാരം പറയാണ്. കുട നമുക്ക് ചൂടാം, പാടുള്ള കാര്യങ്ങൾ കുട നമുക്ക് ചൂടാം. ഇഹ്റാമിന്റെ വസ്ത്രം ഇടക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂം പോയി പുറത്തിറങ്ങിയിട്ട് അവിടുന്ന് സൗകര്യപ്പെടുത്തുന്നത് മാറാം. കുളിക്ക, സോപ്പ്, സുഗന്ധമുള്ള സോപ്പ് ആകാതിരിക്കാൻ നമുക്ക് ഇഹ്റാമിന്റെ സോപ്പ് എന്ന് പറഞ്ഞാൽ പീടിയെന്നൊക്കെ കിട്ടും. അത് അവിടെ എയർപോർട്ടിലൊക്കെ ഉള്ള സോപ്പിന് സുഗന്ധം ഉണ്ടാവില്ല. കാരണം ഹാജിക്ക് സുഗന്ധം പിന്നീട് ഉപയോഗിക്കാൻ പറ്റൂല ഇഹ്റാമിൽ. അപ്പോൾ അതേപോലെ തന്നെ വിശ്രമിക്കുക, ഉറങ്ങണമെങ്കിൽ ഉറങ്ങുക, മുഖം കഴുകാം, വുളു ഒന്നുകൂടി വേണമെങ്കിലൊക്കെ ഒന്ന് പുതുക്കുക, ബെൽറ്റ് അതേപോലെ തന്നെ ചെരുപ്പ് ധരിക്കുക. അപ്പൊ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആ സന്ദർഭം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പൊ നമ്മൾ ഒരു പള്ളിയിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇഹ്റാം ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ ശാന്തമായി മദീനത്തുനിന്ന് വരുമ്പോൾ അത് കിട്ടും. ഒളു എടുത്ത് പള്ളി കയറി 2 റക്അത്ത് നിസ്കരിച്ച് എന്നിട്ടാണ് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയാം. ഇത് വിമാനത്തിലാണ് നമ്മൾ പോകുന്നത്. എന്തുകൊണ്ട് നമുക്ക് അവിടെ ഒളു എടുക്കാനോ പള്ളിയിലിറങ്ങാനോ ഒന്നും നമുക്ക് സൗകര്യപ്പെടൂല. ഒളു എടുത്ത് കയറിയാലും ചിലപ്പോൾ മുറിഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മുറിഞ്ഞു കാണും. അഥവാ മുറിഞ്ഞാൽ വിമാനത്തിൽ നിന്ന് തയമ്മും ചെയ്ത് ഒരു ഒളുവെടുത്ത് 2 റക്അത്ത് ഇരുന്നു കൊണ്ട് തന്നെ നിസ്കരിച്ചുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അയാളുടെ ഒരു മനസ്സമാധാനം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഒന്നുമില്ലാതെ ഞാൻ ഇവിടുന്ന് തുടങ്ങല്ലേ എന്ന് വിചാരിക്കേണ്ടതില്ല. തയമ്മും ചെയ്യണമെങ്കിൽ തയമ്മും ചെയ്യാം. അത് ശുദ്ധമായ സീറ്റിന്റെ പിറകിൽ അടിച്ചുകൊണ്ട് നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ച തയമ്മും ചെയ്ത് 2 റക്അത്ത് ഇരുന്നു കൊണ്ട് നിസ്കരിച്ചുകൊണ്ട് ഞാൻ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്നൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് ദോഷകരമല്ല. അയാളുടെ കർമ്മത്തിന്റെ കാര്യത്തിൽ അയാൾ നിഷ്ഠ പുലർത്തിയെന്നു. പക്ഷേ നമ്മൾ വിമാനയാത്ര ആയതുകൊണ്ട് നമുക്കത് സാധ്യമല്ല എന്നതുകൊണ്ട്, സൗകര്യമില്ല എന്നതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയിട്ട് രണ്ടാമത് പോകുന്ന മീഖാത്തിൽ നിന്ന് യാത്ര തിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇഹ്റാമിൽ ഒരു പ്രത്യേകമായ നിസ്കാരം ഇല്ല. മറിച്ച് നമ്മൾ അംഗശുദ്ധി വരുത്തുമ്പോൾ, പള്ളി കയറി 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഒക്കെയുള്ള ആരാധനാ ചിട്ടകൾ നമുക്ക് ഇഹ്റാമിൽ പാലിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആരാധനയുടെ വശത്തേക്കാണ് നമ്മൾ പിന്നീട് പോകുന്നത്. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എയർപോർട്ടിൽ നമ്മളുടെ പാസ്പോർട്ടിൽ ഒരു സീല് വെക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അത് വെച്ചിട്ടേ എല്ലാവരും പുറത്തു പോകാം. സ്ത്രീകളോടും പറയാം, നമ്മുടെ പാസ്പോർട്ടിൽ ഒരു സീല് വെച്ച് പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ തരും. അത് വേറെ എവിടെയും ആയിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് പാസ്പോർട്ട് നമ്മൾ തുറന്നു നോക്കുക, അതിലൊരു അറബി സീല് പതിച്ചിട്ടുണ്ടോ, അന്നത്തെ ഡേറ്റ് വെച്ചൊരു സീലുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബാഗേജ് നമ്മൾ എടുക്കണം. അതാ പറഞ്ഞ ബെൽറ്റിലൂടെ ഇങ്ങനെ കറങ്ങും. ആ ബാഗേജ് നമ്മൾ തന്നെ എടുത്ത്, നമ്മളതും ഭർത്താവിൻ്റെയും ഭാര്യൻ്റെയും എടുത്തൊരു വണ്ടിയിൽ വെച്ചിട്ട് ബസ്സിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ ഉന്തിക്കൊണ്ടുപോകണം. ബസ്സിൻ്റെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇടാനൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും. അപ്പോൾ നമ്മൾ ഇഹ്റാമിലാണ്, തൽബിയത്ത് ആവർത്തിച്ച് ചൊല്ലണം. നമ്മൾ ബസ് കയറണം. ബസ് കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം സിമ്മ് തരയും. ആളുകൾക്കൊരു സിമ്മ് എന്ന് പറഞ്ഞിട്ട് ഈ സിമ്മ് തെരഞ്ഞ് അത് തരണോ ചിലപ്പോൾ ഒരു 300 റിയാൽ ഓൻ വാങ്ങിക്കാണും.
ആ 300 റിയാലിട്ട് ഉണ്ടാവില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് ഉസ്താദേ ഈ സിമ്മിൽ പൈസ എല്ലാം അറിയും, ഉസ്താദിനൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം സിമ്മൊന്നും എയർപോർട്ടിൽ നിന്നൊന്നും അപ്പം എടുക്കണ്ട. ഇതൊക്കെ ഉംറയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തി, അവിടെ ഒരുപാട് കൗണ്ടറുകളുണ്ട്. അവിടുന്ന് അറിയണ ആരെങ്കിലും ഒക്കെ കൂട്ടിങ്ങളെ കൂട്ടത്തിൽ ഗൾഫിലൊക്കെ നിന്ന കുറേ ആളുകളൊക്കെ അവിടെ ഉണ്ട്. ഓലൊക്കെ കൂട്ടിയിട്ട് വേണം സിമ്മൊക്കെ എടുക്കാൻ. അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ 50 റിയാലിൻ്റെ സിം എടുത്താൽ 50 റിയാലിന് വിളിക്കാനുണ്ടാവും. നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറോ വിസ നമ്പറോ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഒരു പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പിയോ വിസന്റെ കോപ്പി നിങ്ങൾക്ക് തരും, പക്ഷെ അത് നിങ്ങളുടെ കയ്യിൽ തരൂല. പാസ്പോർട്ടിന്റെ കോപ്പി എപ്പോഴും ഒന്ന് കയ്യിൽ നിങ്ങൾ വേറെ എടുത്ത് വെച്ചോളി, ഇതിനൊക്കെ ആവശ്യം വരുന്നതാണ്. അപ്പോൾ ആ കോപ്പി നമ്മൾ ഈ ചാർട്ട് ഇത് ടാഗ് കാണിച്ചു കൊടുത്താൽ തന്നെ കിട്ടും അവിടെ. അപ്പോൾ സിമ്മ് എന്ന് പറഞ്ഞിട്ട് ഹജ്ജ് കൊള്ളാണ്ട, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊരു വിഷയമല്ല, നമുക്ക് കിട്ടും. അപ്പോൾ ഹജ്ജ് ഉംറയുടെ തുടക്കത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഞാനിത് ക്രമത്തിൽ പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് പുറമുള്ളവരും വീക്ഷിക്കുന്നുണ്ടാവും, അപ്പോൾ അവർക്കും കൂടി സൗകര്യപ്പെടുന്ന രൂപത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ സംശയം കൃത്യമായി തീർത്തു തരും. പള്ളിയിലേക്ക് ഒന്നുവെടുത്തിട്ടാണ് റൂമിൽ നിന്ന് പോവുക. അപ്പോൾ ഹജ്ജ് യാത്ര, ഉംറ യാത്ര 24 മണിക്കൂറാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ഇവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ 6 മണിക്ക് പുറപ്പെട്ടാൽ അവിടെ റൂമിലെത്തുമ്പോഴേക്ക് രാവിലെ 6 മണിയാവും. അതെങ്ങനെ ആകണമെന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അതങ്ങനെ ആവും. നമ്മളിവിടെ എയർപോർട്ടിലെത്തി, അവിടുന്ന് ഇത് കഴിഞ്ഞ് കയറി അവിടെ എത്തി, വരി നിന്ന് ബസ് കയറി, ആ ബസ് അങ്ങനെ പോയി അവിടെ കണ്ടെത്തി നമ്മളെ മുത്തൗഫിൻ്റെ അടുത്ത് പോയി അവിടുന്ന് കടലാസൊക്കെ വാങ്ങി, അതിൻ്റെ കടലാസൊക്കെ പാടെ വാങ്ങിയിട്ട് അപ്പോഴേക്ക് നമുക്കിങ്ങനെ ചെത്താം ഇങ്ങനെ പിരാന്താക്കുണ്ടാവും. കാലുമനീര് വന്നാണ്, മൂത്രം ഒഴിച്ചിട്ടുണ്ടാവില്ല, അതിനൊക്കെ ചീത്ത പറയാൻ തുടങ്ങുകയാണ്. സംഗതി ഹജ്ജൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും നമ്മളെ സ്വഭാവം ഇങ്ങനെ ഇട്ട് കളിക്കും. ഒന്നും പറയണ്ട, തെൽബിയത്ത് ചെല്ലുക. തെൽബിയത്തിൻ്റെ ഇടയ്ക്ക് ചീത്തയും പറയാൻ നിന്നാൽ തെൽബിയത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തെൽബിയത്ത്, അതുകൊണ്ടാണല്ലോ അള്ളാഹ് ഒരു പണിയെന്ന് നമുക്ക് തെൽബിയത്ത് തന്നെ. തെൽബിയത്ത് ചെല്ലി 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 നമ്മൾ അവിടെ എത്തി, റൂമിലെത്തി, ഒളുവെടുത്ത്, എല്ലാവരും ഒളുവെടുത്തുകൊണ്ട് തന്നെയാണ് പള്ളിയിലേക്ക്. അപ്പം ചെരുപ്പിടാൻ ചെറിയ പ്ലാസ്റ്റിക് കവറ് നമ്മൾ ഇവിടുന്ന് 1 or 2 എടുക്കും. അതിൽ ചെരുപ്പ് പള്ളിയിലെത്തുമ്പോൾ ഇട്ടിട്ട് നമ്മൾ ഈ മുന്നിലെ ബാഗില്ലേ, ചെറിയൊരു ഹാൻഡ് ബാഗ് കൊടുത്തിട്ടുണ്ട്, ആ ബാഗിലാണ് ഇതൊക്കെ ഇടുക. ചെരുപ്പ് അവിടെ എവിടെയും വെച്ചിട്ട് തിരിച്ചു വന്നാൽ പിന്നെ ചെരുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഇട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് പിന്നെ ചിലപ്പോൾ അശുദ്ധിയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഇഹ്റാമിൻ്റെ മീഖാത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഇഹ്റാം ചെയ്യണം. നമുക്ക് നിസ്കാരമില്ല എന്നേ ഉള്ളൂ. കുളി കഴിഞ്ഞ് നിങ്ങൾ മീഖാത്തിൽ, വിമാനത്തിലെത്തി മീഖാത്തിൽ നിന്ന് തന്നെ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞ് നിങ്ങൾ മക്കയിലേക്ക് പോകുന്നു. മക്കയിലെത്തി റൂമിലിരിക്കുന്നു. എന്നാണോ ശുദ്ധിയാകുന്നത് അന്ന് ഭർത്താവിൻ്റെ കൂടെ ഉംറക്കിറങ്ങിയാൽ മതി. വേറെ ഒരു മീഖാത്തിൽ പിന്നെ പോയിട്ട് അവിടെ നിന്ന് ചെയ്യണ്ട, ഇവിടുന്ന് മീഖാത്തിൽ നിന്ന്. അങ്ങനെ വിട്ടുപോയത് കൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് അവിടെ വെച്ച് നമ്മൾ ഇന്ന് പറയുന്ന തൻഈം, മസ്ജിദു ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് വിളിക്കപ്പെടുന്നിടത്ത് പോയി ഇഹ്റാം ചെയ്യേണ്ടി വന്നത്. അപ്പോൾ മീഖാത്തിൽ തന്നെ ഇഹ്റാം ചെയ്യുക. വേറൊരു തടസ്സം നിങ്ങൾക്കില്ല. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിയുമ്പോൾ അതിനെ വിശദമായിട്ട് പറഞ്ഞുതരാം. പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്കറിയാം, അഊദു ബില്ലാഹിൽ അളീം വബിവജ്ഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. പള്ളിയിൽ കയറുമ്പോൾ സാധാരണ പ്രാർത്ഥന, പക്ഷേ ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കണം എന്നതുകൊണ്ടാണ്, നമ്മൾ കർമ്മങ്ങളൊക്കെ ഒന്ന് കൂട്ടണം എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന പ്രാർത്ഥനകൾ ഒന്ന് കൂടെ എടുക്കുന്നു. മസ്ജിദുൽ ഹറമിൽ എത്തുന്നു. മസ്ജിദുൽ ഹറമിലെ നിസ്കാരത്തിന് നമുക്ക് ലക്ഷങ്ങളുടെ പുണ്യമാണ്. മദീന മസ്ജിദിൽ നമ്മൾ മദീന മസ്ജിദുൻ നബവിയിൽ എത്തുമ്പോൾ 1000ന്റെ പുണ്യം ഒരു റക്അത്തിന് നമ്മൾ കിട്ടും. അവിടെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച റൗള ഷരീഫ്, ശ്രേഷ്ഠമായ റൗള എന്ന് പറയുന്ന സ്വർഗത്തിലെ തോപ്പ് എന്നറിയപ്പെടുന്ന ആ ഒരു 6-8 മീറ്റർ വീതിയും നീളവും അതേപോലെ തന്നെ 4 മീറ്റർ വീതിയൊക്കെ ഉള്ള ആ സ്ഥലത്ത് നമ്മൾ നിസ്കരിച്ചാൽ സ്വർഗത്തിൽ നിസ്കരിച്ചതുപോലെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞത്. അത് ഇൻഷാ അല്ലാഹ് മദീനയിൽ പോകുമ്പോൾ അവിടെ നമുക്ക് ചെയ്യാനും മുത്തു റസൂലുള്ളാഹി സ്വല്ലമയുടെ ഖബറും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും നമുക്ക് അവിടെ നിന്ന് വീക്ഷിക്കാനും സിയാറ ചെയ്യാനും സന്ദർഭമുണ്ട്.
അത് ഉപയോഗപ്പെടുത്തുകയും അത് കൃത്യമായി അവർക്ക് വേണ്ടി വഫാത്തായവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആ സന്ദർഭം വളരെ ഗൗരവത്തിൽ അത് ഉപയോഗപ്പെടുത്തുകയും വേണം എന്ന് സന്ദർഭവശാൽ ഇപ്പോൾ തന്നെ അത് ഓർമ്മയിൽ വെക്കുകയാണ്. കാരണം ഓർമ്മയിൽ പറയാണ്. അപ്പൊ മസ്ജിദുൻ നബവിയുടെയും അതുപോലെ തന്നെ മസ്ജിദുൽ ഹറമിന്റെയും പുണ്യം നമ്മൾ മനസ്സിലാക്കി ഉംറയ്ക്ക് വേണ്ടി നമ്മൾ എത്തുന്നു. ഉംറ തന്നെ നിർവഹിക്കാൻ പഠിച്ചാൽ ഹജ്ജിന്റെ 90% കഴിഞ്ഞു. അതുകൊണ്ടാണ് ഉംറ ആദ്യം പറയുന്നത്. നമുക്കറിയാം ഉംറയുടേത് നമ്മൾ ബാബുസലാമിലൂടെയാണ് കയറേണ്ടത്. പക്ഷേ ബാബുസലാമിലൂടെ ചിലപ്പോൾ കയറാൻ നമുക്ക് സാധിച്ചില്ല എന്ന് വരാം. അജിയാദ് വഴിയൊക്കെ വന്ന് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് മസ്ജിദ് സലാമിലൂടെ കയറാം. പക്ഷേ ചിലപ്പോൾ സാധിച്ചു കൊള്ളണം എന്നില്ല. കഅബയുടെ 4 വശങ്ങളുണ്ട്. റുക്നു ഷാമിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കോണ്, റുക്നുൽ യമാനി യമനക്ക് തിരിഞ്ഞു നിൽക്കുന്ന കോണ്, റുക്നുൽ ഇറാഖിക്ക് തിരിഞ്ഞു നിൽക്കുന്ന കോണ്, അതേപോലെ തന്നെ ഹജറുൽ അസ്വദ്. ഇങ്ങനെ ഹജറുൽ അസ്വദിന്റെ കോണ്, ഇങ്ങനെ 4 കോണാണ് ഉള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ എന്താണ് ഈ പേരൊക്കെ. അത് നമ്മൾ ഉംറ നിർവഹിക്കാൻ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഒരു വെളുത്ത കല്ലാണ്. മനുഷ്യ പാപങ്ങൾ കൊണ്ട് കറുത്തുപോയ ഒരു കല്ലാണ്. ആ കല്ലാണ് അവിടെ കഅബയുടെ കോണിലുള്ളത്. നമ്മൾ അതിനെ ചുംബിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ കർമ്മത്തിലൊന്നാണ്. പക്ഷേ അതിനുവേണ്ടി തല്ലോ വക്കാണമോ ഉന്തോ തള്ളോ മറ്റോല തല്ലലോ ബല കുത്തലോ ഒന്നും പാടില്ല. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ട ഒന്ന് ഹജറുൽ അസ്വദിന് വേണ്ടി ജനം തല്ലുണ്ടാക്കുന്നു എന്നത് പ്രവാചകൻ വെറുത്ത കാര്യമാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒച്ചയും വിളിയൊന്നും പാടില്ല. ഉംറയുടെ റുക്നുകൾ പഠിച്ചു വെക്കണം. ആദ്യം എന്താണ്? ഇഹ്റാം, തവാഫ്, സഅയ്. ഇതാണ് ഉംറയുടെ അടിസ്ഥാനപരമായ 3 കർമ്മം. ഇഹ്റാം നമ്മൾ അവിടെ നിന്ന് ചെയ്തു, തവാഫ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്, സഅയ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഉംറയുടെ വാജിബാത്ത് മീഖാത്തിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്യാൻ സാധിക്കുക, അതാണ് അതിൻ്റെ വാജിബാത്തുകൾ. രണ്ടാമത്തത് മുടിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലുള്ളത്. മത്താഫിലേക്ക് ഇറങ്ങുമ്പോൾ വുളു എടുത്തുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുക. അവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ തൽബിയത്ത് നിർത്തണം. അപ്പൊ തൽബിയത്തിന്റെ സമയം ഉംറ നിർവഹിക്കുമ്പോൾ എത്രയുള്ളൂ? ഇഹ്റാം ചെയ്തതു മുതൽ മത്താഫിലേക്ക് ഇറങ്ങുന്നത് വരെയുള്ള സമയമാണ് നമുക്ക് തൽബിയത്തിനുള്ളത്. ഹജറുൽ അസ്വദിന്റെ ആ ഭാഗം എത്തുമ്പോൾ കൈ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് വലത് കൈ ഉയർത്തി പറയുന്നതോടുകൂടി നമ്മുടെ ഇഹ്റാമായി. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന ആളുകള് നമ്മൾ ആദ്യം ഒന്ന് അവിടെ എത്തിയിട്ടൊന്നിങ്ങനെ നിൽക്കും. ആദ്യം എത്തിയിട്ട് നിന്ന് ആകെപ്പാട് ആദ്യമായിട്ട് കാണുകയാണ്. ഇനിയിപ്പോൾ എന്താ ആവുക? ഇതൊക്കെ പിന്നെ ഭർത്താവ് കൈ പിടിക്കുന്നുണ്ടാവും, ഭാര്യ കൈ പിടിച്ച് ആകെപ്പാടെ ടെൻഷനായി. അതൊക്കെ മാറ്റിയൊക്കെ നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പൊ സ്റ്റെപ്പ് ഇങ്ങനെ കാണും. അങ്ങനെ ഉസ്താദ് നമുക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നയിക്കും. അപ്പോഴൊക്കെ നമ്മൾ ആ പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കയറി മത്താഫിലേക്ക് അങ്ങോട്ട് എത്തും. അപ്പൊ മത്താഫിലേക്ക് എത്തി നമ്മളൊരു കൂട്ടമായിട്ടാണ് ഇറങ്ങുക. പക്ഷെ ഹജ്ജിനോടനുബന്ധിച്ചാവുമ്പോൾ നല്ല തിരക്കുണ്ടാവും. അപ്പൊ ആ തിരക്ക് കാണുമ്പോൾ ബേജാറാകരുത്. നമ്മളെ മാത്രമുള്ള ഒരു കാബഞ്ഞി വേറെ കാണാനാവുമോ? നമ്മളും പെണ്ണുങ്ങളും മാത്രം, വേറെ ആരും ഇല്ല. അപ്പൊ നമുക്ക് സങ്കടമായി പോവില്ലേ? അപ്പൊ എല്ലാവരും ഉണ്ടാവും. നാനാഭാഗത്തുനിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ കറങ്ങും. ആ കറങ്ങണ തിരക്ക് കാണുമ്പോൾ നമ്മളെന്താ സന്തോഷിക്കേണ്ട അറിയങ്ങള്? അവിടെ തിരക്കാണെന്നല്ല, പടച്ചോനെ ഇത്രയും ആള് വന്നിക്കണല്ലോ എന്നാ. അതിൻ്റെ ഇടയിൽ ഒരാളാവുക. അങ്ങനെ നമ്മൾ ദിക്റുകളോട് അങ്ങ് തുടങ്ങണം. അല്ലാഹുമ്മ ഈമാനം ബിക്ക എന്നൊരു പ്രാർത്ഥന കിതാബിൽ നമുക്ക് കാണാം. ആ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി അത് ചൊല്ലി എന്ന് സ്ഥിരീകരിക്കപ്പെടാത്തത് കൊണ്ട് ഏത് പ്രാർത്ഥനയും ചൊല്ലാം. അപ്പോൾ നമ്മൾ ദിക്റുകൾ ചൊല്ലാം, ദുആ ഇരക്കാം, പ്രാർത്ഥിക്കാം, ഓതാം. നമ്മൾ ചൊല്ലുന്ന ഏത് പ്രാർത്ഥനകളും അറബിയിൽ തന്നെ ആയിരിക്കുക എന്നത് തവാഫിന് നിബന്ധനയായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇനി അറബി അറിയാത്തൊരാളാണെങ്കിൽ, അയാൾക്ക് അറബി അറിയില്ല, അയാളിപ്പോൾ ഇസ്ലാമികമായി പഠിച്ച് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്നിട്ടുള്ള, അയാൾക്ക് അറിയില്ല, അയാൾ പ്രാർത്ഥിക്കട്ടെ. എന്താണോ അയാൾക്ക് അറിയുന്നത് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ആ തവാഫിന്റെ രംഗത്ത് നമ്മൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുമ്പോ റുക്നുൽ യമനക്ക് തിരിഞ്ഞു നിൽക്കുന്ന കോണ് മുതൽ ഹജറുൽ അസ്വദ് വരെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന
വീണ്ടും വീണ്ടും ആവർത്തിച്ച് 2 പ്രാവശ്യം ചെല്ലുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യും? റുക്നുൽ യമാനി കഴിഞ്ഞ് ഹജറുൽ അസ്വദ് എത്തും. അവിടെ എത്തുമ്പോൾ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മളിങ്ങനെ തവാഫ് തുടരുകയാണ്. അപ്പൊ ഈ തവാഫ് തുടരുമ്പോൾ ഭാര്യയും ഭർത്താവും പിന്നെ നമ്മളിങ്ങനെ ഒരുമിച്ചൊക്കെ പോകുമ്പോൾ ഒന്നാമത്തെ തവാഫ് കഴിയുമ്പോഴേക്ക് തന്നെ ഭാര്യയും ഭർത്താവും രണ്ട് വൈക്കായി പോകും. അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവിടെ എത്തുന്നോട് കൂടി ഇനി ഞാൻ എന്താ കാട്ടുക? നമ്മൾ ഭർത്താവ് വിളിച്ചിട്ട് പോയതാണോ അതോ അള്ള വിളിച്ചിട്ട് പോയതാണോ? അള്ള വിളിച്ചിട്ട് പോയതാണ്. പിന്നെ നമ്മൾ ചില ആണുങ്ങൾ എന്താ ചെയ്യാറിയോ? എല്ലാവരും നോക്കൂ, അതിൽ ഇതിൻ്റെ പെണ്ണുങ്ങളാണ്, ഇതിൻ്റെ അവസാനം പോലൊന്നുമല്ല. പിന്നെ മൂപ്പര് കരക്കേറി കുത്തിരിക്കും, ഗാലറിയിൽ ഇരിക്കണ മാതിരി. അവിടെ ഇരുന്ന് ഈ കർമ്മമൊന്നും ചെയ്യൂല. അവിടെ ഇരുന്ന് അപ്പൊ ആദ്യം തന്നെ ഇവിടുന്ന് പറയാണ്, നമ്മൾ ഉംറക്ക് പോയതാണ്, ഒപ്പം പോവുക, തീരുമാനിച്ച് നടക്കുക. ചിലപ്പോൾ കൈവിട്ടാൽ ഒന്നും നോക്കണ്ട, 7 പൂർത്തിയാക്കുക. ആ 7 പൂർത്തിയാക്കുക. അപ്പൊ അതിൽ നമ്മൾ ഇഹ്റാമിന്റെ വസ്ത്രം നമ്മൾ പറഞ്ഞല്ലോ, വലത് കൈയിന്റെ അടിഭാഗത്ത് കൂടി ആയിരിക്കണം ഇഹ്റാമിന്റെ തുണി പുരുഷന്റേത് വരേണ്ടത്. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതില് 7 പ്രാവശ്യമാണുള്ളൂ. 7 പ്രാവശ്യം. അതിൽ ആദ്യത്തെ 4 പ്രാവശ്യം ഒന്ന് കുലുങ്ങി നടക്കണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റംലിന്റെ നടത്തം അതിന് പറയാം. 3 പ്രാവശ്യം റംലിന്റെ നടത്തം. ആ 3 പ്രാവശ്യത്തിൽ ഇങ്ങനെ അത്യാവശ്യം കുലുങ്ങി നടക്കാൻ ശ്രമിച്ചു നോക്കുക. ആ ശ്രമം ചിലപ്പോൾ നടക്കും, ചിലപ്പോ നമ്മൾ കുലുങ്ങലേ ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ കാര്യം നമ്മളെ ഓർമ്മയിൽ കൃത്യമായി ഉണ്ടാകണം. അപ്പൊ അത് സ്ത്രീ അങ്ങനെ കുലുങ്ങിയും വേണ്ട, പുരുഷനാണ് അങ്ങനെ കുലുങ്ങണ്ട. അങ്ങനെ കുലുങ്ങി നടന്ന് വീണ്ടും റുക്നുൽ യമാനി എത്തി ഹജറുൽ അസ്വദിലേക്ക് വരുമ്പോൾ അപ്പൊ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് കൈ ഉയർത്തിക്കൊണ്ട് വീണ്ടും അവിടെ നമ്മൾ അടുത്ത തുടങ്ങും. അങ്ങനെ 7 പ്രാവശ്യം ഇങ്ങനെ ആകുന്നതോടുകൂടി നമ്മളുടെ കർമ്മം അവിടെ തവാഫ് കഴിയാണ്. തവാഫ് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം 2 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമ്മളിപ്പോൾ തറാവീഹൊക്കെ നിസ്കരിച്ചപ്പോൾ അവസാന വിത്തറിലെ അവസാനത്തെ 3 റക്അത്തിന്റെ ആദ്യ 2 റക്അത്തിൽ നമ്മൾ ഏതേ ചൊല്ലിയത്? സൂറത്തുൽ കാഫിറൂനയും സൂറത്തു ഇഖ്ലാസും. അതുപോലെ അത് ചൊല്ലിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് ദീർഘമായി പ്രാർത്ഥിക്കുക. ദീർഘമായ പ്രാർത്ഥന കഴിഞ്ഞാൽ അപ്പോൾ പോലീസുകാർ ഇങ്ങനെ ആട്ടുക. നമ്മൾ ആട്ടി അകറ്റല്ല, ആളുകൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ തവാഫിന് സ്ഥലം തികയാതെ വരുന്നതുകൊണ്ട് നമ്മളങ്ങനെ ബാക്കൊക്കെ ആക്കും. അപ്പൊ നമ്മൾ ദ്വാർന്നുകൊണ്ട് തന്നെ ബാക്കൊക്കെ അങ്ങനെ നിന്ന് ബാക്കിൽ പോയി അവിടെ ഇത് കഴിയുന്നതോടുകൂടി സംസം കുടിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സംസം ഒരു പാനീയമല്ല, ഒരു ഭക്ഷണമാണ് എന്നാണ്. ബർക്കത്താക്കപ്പെട്ട, ആരെങ്കിലും തുപ്പിയത് കൊണ്ടോ ആരെങ്കിലും അതിലേക്ക് ഊതിയത് കൊണ്ടോ ഒന്നല്ല. ആ കാരുണ്യമാകുന്ന റബ്ബിന്റെ കരുണ ഒരു കൊച്ചുകുട്ടിയുടെ കാൽപാദത്തിന്റെ താഴെ കാലിട്ടടിച്ചപ്പോൾ ഭൂമിയിൽ നിന്ന് അള്ളാഹു തന്ന നീരുറവ, അത് അനുഗ്രഹീതമായ ഭക്ഷണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എന്തിനാണോ നിങ്ങൾ സംസം കുടിക്കുന്നത് അതാണ് അതിൻ്റെ ഗുണം എന്ന്, ശിഫയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ വയറ് നിറച്ചു കുടിക്കുക, എന്നിട്ട് അല്പം തലയിലൂടെയൊക്കെ ഒന്ന് തടവുകയും ഒന്ന് കുറച്ചൊഴിക്കുകയൊക്കെ ചെയ്ത് ആ കർമ്മം നമ്മൾ എന്ത് ചെയ്യും? നിർവഹിക്കും. അത് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ഉള്ള നിയമം, പിന്നെ റുക്നുകളിലുള്ളത് സഅയ് ആണ്. സഅയ്. അപ്പോൾ നമ്മൾ ഉസ്താദ് ഉണ്ടാവും. ഈ ഉസ്താദ് നമ്മളെ അവിടെ നിന്ന് എല്ലാവരെയും കൂടി ഒരുമിച്ച്, സ്ത്രീകൾക്കൊരു പ്രത്യേക തട്ടം കൊടുക്കുന്നുണ്ട്. അത് അറിയാം. 2 വരെ 3 വരെ 2 വരെയുള്ള തട്ടാണ്. ആ വര വർഷങ്ങളോളമായി, എനിക്ക് തോന്നുന്നു അവിടുത്തെ പോലീസുകാർക്ക് വരെ അറിയാം കേരള 2 വര. അത്രത്തോളം ആണ്. അപ്പോൾ ആ 2 വരെയുള്ള തട്ടം സ്ത്രീകൾക്ക് ധരിക്കാവുന്നത് കൊണ്ട് പുരുഷന്മാർക്കും നിങ്ങളെ അടയാളം മനസ്സിലാവും. അപ്പൊ ആ ഗാങ് വെച്ചിട്ടാണ് ഉസ്താദ് ഇങ്ങനെ കൊണ്ടു നടക്കുക. അഥവാ ഈ തവാഫ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മുടെ സ്ത്രീകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടും. അവരെ കണ്ട് പുരുഷന്മാരും ഒരുമിച്ച് കൂടിയിട്ടാണ് സഅയിന് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തി, നമ്മളെ സംബന്ധിച്ച് കൂട്ടം തെറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യനെ കാണാനല്ല, ഭർത്താവിനെ കാണാനല്ല, നമ്മൾ ഇവിടുന്ന് കുറേ 10-50 കൊല്ലം കണ്ടും അടുത്തിട്ടാ പോണേ. ഇനിയിപ്പോൾ അവിടുന്ന് കുറച്ചു നേരം കണ്ടില്ലേലും വലിയ ബേജാറാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ സഅയിലേക്ക് പോകുന്നു. സഅയിലേക്ക് നമ്മൾ അവിടെ എത്തുകയാണ്. അപ്പോൾ സഅയിൽ എത്തുന്ന സമയത്ത് ഇഹ്റാമിന്റെ വസ്ത്രം, ഇപ്പോൾ ഒരാൾ ധരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം നമ്മൾ പറഞ്ഞില്ല, ഇങ്ങനെയുള്ളത് നേരെ തന്നെ ആക്കാം. ത്വക്ക് ഭാഗത്തു നിന്ന് നമുക്കത് എടുക്കാം. അതെടുത്ത് പിന്നെ സാധാ പുതച്ചുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ആദ്യം ഒളു എടുക്കണം എന്ന് പറഞ്ഞല്ലോ തവാഫിന്. അങ്ങനെ തവാഫിന് നമ്മൾ ഒളു എടുത്തു.
സഅയിന് നമുക്ക് വുളു ആവശ്യമില്ല. പിന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വുളു ഉണ്ട്. ആ വുളു ഉണ്ട് എന്നത് ഇനി അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തല്ല, വേറൊരു ദോഷമൊന്നുമല്ല. അയാൾക്ക് വുളു ഉണ്ടായിക്കോട്ടെ. ഇനി ഒരാൾക്ക് എനിക്ക് വുളു ഇല്ല എന്ന് കരുതിയിട്ട് അയാളുടെ സഅയിനെ അത് ബാധിക്കുന്നില്ല. അയാൾക്ക് വുളു ചെയ്യാൻ പുറത്തു പോയി വരാനൊന്നും നിർബന്ധമില്ല, പറഞ്ഞിട്ടില്ല. ഇനി ഒരാൾ വുളു ഉണ്ട് എന്ന് കരുതി അത് അദ്ദേഹത്തിന് ഖൈറ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പള്ളിയിലേക്ക് പള്ളി അല്ല ശരിക്ക് സഅയി ചെയ്യുന്ന വശം. അത് പള്ളി വിപുലപ്പെടുത്തിയപ്പോൾ ഉള്ളിലായതാ, സഫാ മറുവയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വലത്തോട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു ചെറിയ കുന്നുപോലെ ഇങ്ങനെ കാണും. ബേസ്മെന്റിലേക്ക് ഇറങ്ങരുത്, അത് പ്രത്യേകം പറയാണ്. ഏറ്റവും അടിഭാഗത്തൊരു തട്ടുണ്ട്, അവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞൊന്നും കാണൂല അവിടെ. അപ്പൊ നമുക്കൊരു സംശയമാവും, സഫ ചെറിയൊരു കുന്ന് പറഞ്ഞില്ലല്ലോ, ഇവിടെ ഒന്നും കാണാനില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അല്പം ഇങ്ങനെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ മെല്ലെ ഒരു മേലോട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫ്ലോ ആയിട്ട് ഇങ്ങനെ പോകും. നമ്മൾ ആ കയറി ചെല്ലുമ്പോൾ സൊഫ കുന്നാണ്. ആ കുന്നിലേക്ക് നമ്മൾ ചെറുതായി, കുന്ന് എന്നൊക്കെ പറഞ്ഞാൽ വലിയ നമ്മളെ വയനാടൻ കുന്നൊന്നും വിചാരിക്കരുത്, ചെറിയൊരു കയറ്റം. ആ കയറ്റം നമ്മൾ തുടങ്ങുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ ആയത്തിന്ന സൊഫാ വൽ മറുവത മിൻ ശആഇരില്ലാ എന്ന് തുടങ്ങുന്ന നിങ്ങളുടെ മനാസിക് ബുക്കിൽ അതുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖുദു അന്നി മനാസികക്കും ഇന്ന സഫാ വൽ മറുവത മിൻ ശആഇരില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം എന്ന ആയത്ത് നമ്മൾ മെല്ലെ ചെല്ലിക്കൊണ്ട് ഇങ്ങനെ കയറുക. ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ തന്നെ മേലേക്ക് ചിലപ്പോൾ എത്തും. ചിലപ്പോൾ നല്ല തിരക്കുണ്ടെങ്കിൽ ആ കുന്ന് പറഞ്ഞാൽ ചെറിയൊരു കയറ്റം, ആ കയറ്റം എത്തിപ്പെടാൻ ചിലപ്പോൾ ആയത്ത് 2 പ്രാവശ്യം ഓതാണ്ടി വരും. അപ്പോൾ ഈ ആയത്ത് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ചൊല്ലുക? നമ്മളെ മനാസിക്ക് കയ്യിലെടുക്കാൻ പറ്റുമോ? കയ്യിലെടുത്താൽ അതിൽ കണ്ണ് കാണുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ട്. അതിന് ഞങ്ങളൊക്കെ എന്താ പറയില്ല, നിങ്ങൾ നമ്മളെ പുരയിലൊക്കെ കല്യാണക്കത്തൊക്കെ വന്നു കാണും. കല്യാണക്കത്തിൻ്റെ മറുപുറം ഒഴിവേക്കാറ്, അവിടെ വേറൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളെ കുട്ടിനെ കൊണ്ട് ഈ ആയത്ത് കുറച്ച് വലുതാക്കി പകുതി ഭാഗത്ത് കുറച്ച് നമുക്ക് കാണത്തക്ക രൂപത്തിൽ ഒന്നങ്ങ് എഴുതിക്കുക. ഇനി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്ന് ഈ ആയത്തിൻ്റെ പ്രിന്റ് കുറച്ച് വലുപ്പത്തിൽ ഇടിച്ചാൽ മതി. അപ്പോൾ ആ ആയത്ത് നമുക്ക് ഓരോ വട്ടവും ചെല്ലണം. സൊഫീന്നും ചെല്ലണം, മറുവീന്നും ചെല്ലണം, മറുവീന്നും ചെല്ലണം, സൊഫീന്നും ചെല്ലണം, സൊഫേന്നും ചെല്ലണം, മറുവയിലും ചെല്ലണം. ആ ആയത്ത് ചൊല്ലിക്കഴിയുമ്പോൾ നമ്മൾ അയിമ എത്തിയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ കഅബയിലേക്ക് തിരിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മളിപ്പോൾ ഇത് പഠിച്ച ദുആയാണ്. അപ്പൊ ആയത്തും ആകെ ഈ ഒരു ദുആയേ ഉള്ളൂ ഹജ്ജിനും ഉംറക്കുമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പഠിച്ചതിൽ ഇനി ഏറെ പഠിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഈ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ഇന്ന സഫാ വൽ മർവ എന്ന ആയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല എന്ന ദുആയും അത് കഴിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദ അൻജസ വഅദ വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദ എന്നൊരു 4 സെന്റൻസും കൂടെ ചെറുതായി ഒന്ന് കൂട്ടാൻ അത് നിങ്ങളെ മനാസിക്കിലുണ്ട് താൻ. ഇത് മിനിമം 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഹറമിലേക്ക് തിരിഞ്ഞ് ചൊല്ലുക. അത് ഇനി 5 പ്രാവശ്യം ആക്കണേ 5 പ്രാവശ്യം ആക്കുക, 7 ആക്കണേ 7 ആക്കാം. പക്ഷേ അല്ലാത്ത കുറേ ദുആ വരണം. പടച്ചവനോട് ചോദിക്കാനുള്ളതൊക്കെ കഅബയ്ക്ക് തിരിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞാൽ സഫയിൽ നിന്ന് മറുവയിലേക്കുള്ള വഴിയാണ്. മറുവയിലേക്കുള്ള വഴിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു പച്ച ലൈറ്റ് മേലെ കാണും. പച്ച ലൈറ്റ് അതിങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കി ഇറങ്ങാണ്ട് തട്ടിത്തടയാനൊന്നും നിൽക്കണ്ട, അതവിടെ കാണും. അവിടെ എത്തുമ്പോൾ പുരുഷൻ അല്പം സ്പീഡിൽ ഓടണം. അപ്പൊ സ്ത്രീ ഓടേണ്ടതില്ല. അപ്പൊ നിങ്ങൾ രണ്ടാളും ഒപ്പം പോകുമ്പോൾ എന്താ അതൊക്കെ അവിടെ എത്തിയാൽ ഞാൻ ക്ലാസ് എടുക്കാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. പുരുഷൻ ഓടുമ്പോൾ സ്ത്രീ നടന്നാലും നമ്മളെ ഓട്ടം അത്ര സ്പീഡിൽ അവിടെ നടക്കുള്ളൂ. അങ്ങനെ ഓടണം. അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഇപ്പം എന്താ ചൊല്ലുക? ഇടയിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കർമ്മല്ല എന്ന് തോന്നുന്നത് എന്താ കാരണം അറിയങ്ങൾ? നമ്മൾ തവാഫിൻ്റെ തിരക്കിങ്ങട്ട് കഴിഞ്ഞ് സംസം കുടിച്ച് സഫീക്ക് ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ കുറച്ച് വിശാലമായ സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ രണ്ടാളും ഇങ്ങനെ കൈ പിടിച്ചാവും. നമ്മൾ വല്ലാതെ ഗതിയെട്ടൂലേ, വല്ലാതെ ഇറങ്ങാറായില്ല, എൻ്റെ വേഗവും എൻ്റെ വേഗമൊക്കെ കിട്ടിയില്ലേ, ഇതൊക്കെ മറുവി കൂടി ഇങ്ങനെ നടന്നു പറഞ്ഞാണ് ആൾക്കാർ. അങ്ങനെ ഇതൊരു കർമ്മ എന്നുള്ളതാണ് വിടും, കാരണം കുറച്ച് ഫ്രീ സ്ഥലമാണ് അവിടെ. അപ്പോൾ ആ മറുവത്തില് അങ്ങനെയല്ല, അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത്. എന്തേ സംസാരിക്കാവൂ അറിയോ?
സംസം കിട്ടുമോ കുറച്ച് വെള്ളം കുടിക്കാൻ? അപ്പോൾ എടുക്കുക, കുറച്ചു നേരം ഇരിക്കുക, ആയിക്കോട്ടെ നിങ്ങൾ ഇരുന്നോളി, അതിൽ കഥ പറയാൻ നിൽക്കല്ലേ, കർമ്മമാണ്, നമ്മൾ നിസ്കരിക്കുന്നത് പോലെയാണ്. അപ്പൊ സൊഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കുമ്പോൾ ദിക്ർ ചൊല്ലുക, പ്രാർത്ഥിക്കുക, ഈ മനാസിക്കിന്റെ ബുക്ക് കയ്യിലെടുത്താൽ ഉപയോഗിക്കുക. ഈ ബാഗിലിട്ട് കഴിഞ്ഞാൽ തവാഫ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. തവാഫിലാണ് ഭയങ്കര തിരക്ക് വരുള്ളൂ. അപ്പോൾ സൈല് നമുക്ക് ഉപയോഗിക്കാം, അതിലുള്ള ദുആകൾ ചെല്ല, ദിക്റുകൾ നമ്മൾ പഠിച്ചു വെച്ച ചെല്ല. ഇനി ഒരാൾക്ക് ഇതൊന്നും അറിയില്ല, ഒന്നും ഓർമ്മല്ല. ചിലപ്പോൾ ഈ ഉംറയൊക്കെ കഴിഞ്ഞ ആൾക്കാരോട് ചോദിക്കലുണ്ട്, എങ്ങനെയുണ്ട് മൗലവിയെ, ഒരുപാട് പഠിച്ചിരുന്നു, കഅബ കണ്ടോടുകൂടിയൊക്കെ മറന്നു എന്ന് പറയും ചിലർ. അപ്പം ഞാൻ ആദ്യം തന്നെ അവരോട് പറയും, അല്ലാഹുമ്മ ഗുഫ്ർലി ദുനൂബി, അല്ലാഹുമ്മ ഗുഫ്ർലി ദുനൂബി, അല്ലാഹുമ്മ ഗുഫ്ർലി ദുനൂബി, അല്ലാഹുമ്മ ഗുഫ്ർലി ദുനൂബി, അല്ലാഹുമ്മ ഗുഫ്ർലി ദുനൂബി. പടച്ചോനെ പുറത്തു തരണേ. അതിലേറെ വലിയ ദുആയൊന്നും അല്ലല്ലോ, അല്ലേ? അതൊരു വലിയ ദുആയല്ലേ? അതങ്ങനെ ചൊല്ലിക്കൊണ്ടാണെങ്കിലും ഒരാളെ ഹജ്ജ് ഉംറ സ്വീകരിക്കും. പക്ഷെ എന്താണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മൾ പാലിക്കുക എന്നതുകൊണ്ട് നമ്മൾ ഉംറയിലും ഹജ്ജിലും എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ പാലിക്കുന്നു എന്നാണ്. അങ്ങനെ സൊഫയിൽ നിന്ന് മറുവയിലെത്തി, മറുവേന്റെ അവിടെ എത്തി, ഇടത്ത് വശത്തോട്ട് തിരിഞ്ഞ കഅബയ്ക്ക് മുഖമാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചൊല്ലിയതുപോലെ തന്നെ ആയത്തോതിക്കൊണ്ട് ഇങ്ങനെ കയറുക, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക, നേരെ കഅബയിലേക്ക് തിരിയുക, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. നേരത്തെ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥനകൾ എഴുതിയെടുത്തിട്ടുണ്ടാവും, അത് നോക്കിയിട്ട് ഒരു 3 പ്രാവശ്യം ചൊല്ലുക. ബാക്കിയുള്ള കുറച്ച് പ്രാർത്ഥനയും പ്രാർത്ഥിക്കുക, സൊഫയിലേക്ക് നടക്കുക. സൊഫയിൽ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടാ കുന്നുമങ്ങനെ കയറി എത്തുക, വലത്തോട്ട് തിരിയുക, 3 പ്രാവശ്യം മിനിമം ഈ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ അവിടുന്ന് ദുആ കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ചാ നിൽക്കുക. അവിടുന്ന് ദുആ കഴിഞ്ഞ് നേരെ മറുവയിലേക്ക് വരിക. മറുവയിൽ വീണ്ടും അതേപോലെ സൊഫയിലേക്ക് പോവുക, അതേപോലെ മറുവയിലേക്ക് വരിക, അതേപോലെ സൊഫയിലേക്ക് പോവുക, അതേപോലെ മറുവയിലേക്ക് വരിക. മറുവയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ ആൾ നിസ്കരിക്കണത് കാണാം. തവാഫ് കഴിഞ്ഞപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചതുപോലെ സൈലും ഉണ്ടോ എന്ന് വിചാരിച്ച് നിസ്കരിക്കണവരെ കാണാം. ഇല്ല, അവിടെ പ്രത്യേകിച്ച് നിസ്കാരമൊന്നും ഇല്ല. അങ്ങനെ ആ നിസ്കാരം ഇല്ല. അപ്പോൾ നമ്മൾ തവാഫ് കഴിഞ്ഞാൽ മറുവയുടെ പുറത്ത് ആണ് നമുക്ക് വഴിയുള്ളത്. അപ്പോൾ സാധാരണ അവിടെയും കുറച്ച് സമയം ഇരിക്കാൻ അനുവാദം ഉണ്ടെങ്കിൽ ഇരിക്കും, ആർക്കും. അതിൽ ശ്രദ്ധിക്കാനുള്ള ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. ഉംറയിൽ ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. അതെന്താണ്? മുടി കളയലും വെട്ടലും. കളയലും വെട്ടലും എന്ന് പറയുമ്പോൾ കളയുകയോ വെട്ടുകയോ ചെയ്യാം എന്നല്ല, നമ്മൾ കളയാ, ഇവർ വെട്ടുക, അങ്ങനെയാണ്. നമ്മൾ കളയാ, ഇവർ വെട്ടുക. അപ്പോൾ ഇവിടുന്ന് പൈസ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ മുടക്കിയാൽ അവിടെ ചെന്നാൽ കാണാൻ കഴിയും. ഉംറ കഴിഞ്ഞാൽ അറിയാം. ഉംറ അധ്വാനിച്ച് വെറുതെ എവിടെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് പൈസ ഉണ്ടായിങ്ങാണ്ട് പോകുന്ന പോലെ അവിടെ എത്തിയാൽ വേഗം കാണും. എന്നാലും അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഉംറക്ക് പോകുന്ന പോലെ വേറെ തന്നെ കാണും. പോലെ ഉംറയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഉഷാറായിട്ട് കണ്ടാൽ ഒരു ഈമാനുള്ളൊരു മനുഷ്യനായിട്ട് നടക്കണത് കാണും. വേറെ ചിലർ കാണാം, നിങ്ങൾ മുടി കളഞ്ഞോ, ഒരു കളി. ഞാൻ ചോദിക്കൂ, എന്താണ് നിങ്ങളെ തടസ്സം? അല്ല, അത് പിന്നെ ഇനിയിപ്പോൾ ഗതികേട്, ഇതാണ് നമ്മളെ പ്രശ്നം. അതായത് അള്ളാന്റെ റസൂല് മുടി കളഞ്ഞവർക്ക് വേണ്ടി 3 പ്രാവശ്യം ദ്വാർന്നു പുറത്തു കൊടുക്കാൻ വേണ്ടി. എന്നാൽ മുടി ചില കാരണങ്ങൾ കൊണ്ട് വെട്ടിയവർക്ക് വേണ്ടി റസൂൽ ഒറ്റ പ്രാവശ്യം ദ്വാർന്ന്. അതെന്തിനാ നമ്മളെ പഠിപ്പിക്കണേ? അപ്പൊ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ മുടി കളയാനാണെങ്കിൽ എത്ര എളുപ്പറിയോ. എന്നാൽ ഇതൊക്കെ പഠിച്ച് ഒരുങ്ങി പോയിട്ട് അവിടുന്ന് മെല്ലെ ഒരുത്തനെ കൊണ്ട് മെല്ലെ മുടി മുറിപ്പിച്ച് എന്നിട്ട് കാണാം, ഇജ്ജ് എത്ര ഉംറ ചെയ്തു? ഞാൻ 50 ഉംറ ചെയ്തു. ഒരൊറ്റ അടയാളം അയാളെ മേത്ത് കാണൂല, അത് ഹൃദയത്തിലും കാണൂല. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യണമല്ല, നമ്മളവിടെ ചെന്ന് മുടി കളയാ. അപ്പം അതിന് സഹോദരിമാരൊരു കാര്യം ചെയ്യണം, നിങ്ങൾ പറയണം ഇവരോട് പ്രത്യേകിച്ച് പറയണ്ട, ഞാൻ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയണേ. ഒരു സഹോദരൻ പറഞ്ഞു, മൗലവി എനിക്ക് മുടി കളയണമെന്നുണ്ട്, പക്ഷെ എൻ്റെ പെണ്ണുങ്ങൾ മുടി കളഞ്ഞാൽ സ്റ്റൈല് പോകുന്നു പറഞ്ഞിരിക്കുന്നത്. കാരണം ക്ലാസ് എടുത്തു അല്ല, നമ്മൾ മനുഷ്യൻ്റെ മനസ്സല്ല എൻ്റെങ്ങളെയും പോലെയാ. ക്ലാസ് എടുത്തു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് ഭാര്യ അനുവാദം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ആയിക്കോട്ടെ. ഒരു ക്ലാസ് എടുത്ത് കൊടുത്താൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ അത് ഉൾക്കൊള്ളാനുള്ള ഭാര്യയും ഭർത്താവും ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെയല്ലേ കൂലിയുള്ളത്. അപ്പോൾ പുരുഷൻ മുടി കളയും, സ്ത്രീകൾ ഒരു വിരൽ നീളം ഒരു നമ്മളിങ്ങനെ വിരലിങ്ങനെ നോക്കുക മുടിൻ്റെ അടി ഭാഗത്ത് അത്ര വെട്ടിക്കളയുക. അപ്പോൾ കത്രിക നിങ്ങൾ തവാഫിന് പോകുമ്പോൾ കൊണ്ടുപോകണ്ട, റൂമിലെത്തിയിട്ട് വെട്ടിയാൽ മതി. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു 20 റിയാൽ കയ്യിൽ വെക്കുക. ഹജ്ജല്ലാത്ത കാലത്ത് ഒരു 10 റിയാൽ കൊണ്ട് മുടി കളയും.
ഹജ്ജിൻ്റെ സമയം ഭയങ്കര റഷാണ്. അപ്പോൾ 20 റിയാൽ മുടി കളയാൻ നമ്മൾ പോകുമ്പോൾ ഒരു ബെൽറ്റ് ഉണ്ടാവില്ല, ബെൽറ്റിൽ 20 റിയാൽ, തോനെ പൈസ വെക്കരുത് കേട്ടോ, അത് വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് കഴിഞ്ഞു പോരുമ്പോൾ തന്നെ ഇനി അഥവാ റൂമിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും, മുടിയെ കളഞ്ഞു വന്നാൽ നമ്മൾ തഹല്ലുലായി. പിന്നെ നമുക്ക് കുളിച്ച് ഫ്രഷായി നമുക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇതിലേക്ക് ഉറങ്ങുക, വിശ്രമിക്കുക. പിന്നീട് നമുക്ക് ഹജ്ജിലേക്ക് പ്രവേശിക്കാം. അപ്പം അതും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ഹജ്ജ് ത്വവാഫ് എന്ന് പറയുന്നത് നിർവഹിച്ചു കഴിഞ്ഞ് ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഹജ്ജ് എന്തായി 90% കഴിഞ്ഞു. 90% അയാൾ ഹജ്ജ് പഠിച്ചവനായി. ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തുള്ളൂ, ഞാൻ പെട്ടെന്ന് പറയാണ്, ദുൽഹജ്ജ് 8-ന്റെ അന്ന്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അശുദ്ധിയുള്ള സഹോദരിമാർ എന്നാണോ ശുദ്ധിയാവുന്നത് അന്ന് കുളിച്ച് ശുദ്ധിയായി പിന്നീട് നിയ്യത്ത് പറയണ്ട. നിങ്ങൾ നിയ്യത്ത് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വെച്ചു പോന്നു. നാട്ടിൽ നിന്ന് വെച്ചു പറഞ്ഞാൽ മീഖാത്തിൽ നിന്ന്. പിന്നെ നിങ്ങൾ ഉംറ നിർവഹിച്ചാൽ മതി. ഉംറ നിർവഹിച്ചാൽ നിങ്ങളും ഇതേപോലെ തന്നെ പൂർണ്ണമായി തഹല്ലുലായി. അപ്പോൾ ദുൽഹജ്ജ് 8-ന്റെ അന്ന് രാവിലെ സുബഹി നിസ്കരിച്ച് സൂര്യൻ ഉദിച്ചു തുടങ്ങി പ്രഭാതം ആകുന്നേ ഉണ്ടാവുള്ളൂ. ആ സമയമാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ 11 മണി കഴിഞ്ഞാൽ എപ്പോഴും പോകാം. രാത്രി 11 മണി കഴിഞ്ഞാൽ ഫത്വ കൊടുത്തിട്ടുണ്ട്. കാരണം മഗ്രിബോട് കൂടി പിറ്റേ ദിവസം പുലർന്നു ഈ 30 ലക്ഷം ആളുകളെ മിനായിലെത്തിക്കാൻ സുബൈക്ക് മാത്രമായി കഴിയില്ല. പക്ഷെ നമ്മുടെ ബസ്സുകാരോട് പറയും നിങ്ങൾ രാവിലെ 7 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു നോക്കും പരമാവധി. പക്ഷേ അത് ആവാറില്ല. രാത്രി 2 മണിയോ 3 മണിയൊക്കെ. അപ്പോൾ ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ കുളി നിയ്യത്തോടു കൂടി നമ്മൾ ദുൽഹജ്ജ് 7-ന്റെ അന്ന് രാത്രി മഗ്രിബ് നിസ്കരിച്ച് ഇശ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുളി കഴിക്കുക, ശരീരമൊക്കെ വൃത്തിയാക്കി നമ്മൾ ഇഹ്റാമിൻ്റെ കുളി റെഡിയാക്കുക. എന്നിട്ട് തുണിയും കൂടി എടുത്തിട്ടാണ് നമ്മളൊക്കെ കിടക്കുക. തുണി എടുക്കും, മറ്റേ പുതക്കാനുള്ളത് അവിടെ വെക്കും. അപ്പോൾ ഈ ബാഗിൽ എന്തൊക്കെയാണ് നമ്മൾ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് നിൽക്കണം നമ്മൾ മിനായിക്ക് പോകുമ്പോൾ വേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ 1-2 സാദാ ഡ്രസ്സ്, ഒരു നൈസ് ബെഡ്ഷീറ്റ് ഇത്രേ വേണ്ടതുള്ളൂ. നൈസ് ബെഡ്ഷീറ്റ്. പിന്നെ നമ്മൾ സ്വാഭാവികമായി ചിലരൊക്കെ ഇങ്ങനെ പറയും ഔലൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോളി എന്നൊക്കെ പറയില്ലേ, അത് അവിടുക്കാണ് കുറച്ച് എടുക്കേണ്ടത്. കാരണം മിന, അറഫ, മുസ്ദലിഫ, ആ അറഫീന്നൊക്കെ തിരിച്ചു വരുമ്പോൾ ഭക്ഷണമൊന്നും അങ്ങനെ കിട്ടൂല. ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് KNM തന്നെ തരുക എന്താ അറിയോ, മിനായിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ആപ്പിള്, ഒരു ജ്യൂസ്, പിന്നെ എന്തെങ്കിലും ഒരു ബ്രെഡ്, ഇതൊക്കെയാണ് അറഫീക്ക് മുസ്ദലിഫിക്ക് തരിക. അത് നമ്മളെ കയ്യിലാ തരിക. നമ്മളെ കയ്യിൽ തന്നിട്ട് പറയും ഇത് ഇന്നത്തേക്കും നാളേക്കൊക്കെ. ഇത് ചിലർ കേൾക്കൂല, അപ്പം തന്നെ ഇരുന്ന് തിന്നും. ഇത് പറയണത് വെച്ചാൽ ഭക്ഷണം നമുക്ക് അന്ന് കഴിക്കാൻ കിട്ടും, പിറ്റേ ദിവസം കിട്ടൂല എന്നല്ല, പക്ഷേ നമ്മൾ കയ്യിൽ കരുതണം. അപ്പൊ അതുകൊണ്ട് ആപ്പിളൊക്കെ ആവുമ്പോൾ നമുക്ക് എവിടുന്ന് കഴിക്കാം. വിശക്കുമ്പോൾ ഇബാദത്ത് എടുക്കുമ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കൂലട്ടോ, അങ്ങനെ പോവത്. അങ്ങനെ ആ ഭക്ഷണം നമ്മൾ കയ്യിൽ തരും. മിനായിന്ന് പോകുമ്പോൾ ഒരു കവറായിട്ട് തരും. കാരണം അറഫയെ ചെന്നാൽ മുത്തൗഫിന്റെ വക ഭക്ഷണം ഉണ്ടാകാറുണ്ട്. മുസ്ദലിഫയിൽ ഒന്നും ആർക്കും തരാൻ കഴിയില്ല. ആരെങ്കിലുമൊക്കെ സ്വതക്ക കൊടുക്കണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി പോകണം. നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടും. നമ്മൾ ഇത്രയും കാലം തിന്നാന്നിട്ടില്ലല്ലോ, അത് പടച്ചോൻ തന്നു തന്നെയല്ലേ. പിന്നെ ഒരു ദിവസമൊക്കെ അള്ളാഹ് നമുക്ക് തന്നില്ല എന്ന് കരുതിയിട്ട് നമുക്ക് അള്ളാഹിനെ ഒന്നും പറയാനൊന്നും പറ്റൂല. നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മിനായിലേക്ക് പോവുകയാണ്. മിനയിലേക്ക് പോകുമ്പോൾ ആ ബാഗ്, പിന്നെ മുടി കളയാൻ, ഹജ്ജിൻ്റെ മുടി കളയാൻ ഒരു ഷേവിങ് സെറ്റ്, ബ്ലേഡ് വെച്ച ഷേവിങ് സെറ്റ്. മറ്റേത് നമുക്ക് കുറച്ച് മുടി ഉണ്ടാവുള്ളൂ, അത് കളയാൻ കഴിയൂല. പ്രായോഗികമായിട്ടാണ് പറയുന്നത്. അത് കളയാൻ ഷേവിങ് സെറ്റ്, മറ്റേ ബ്ലേഡ് വെച്ച ഷേവിങ് സെറ്റില്ലേ, ഒരു 20 റുപ്യ കൊടുത്താൽ കിട്ടണേ, അത് കയ്യിൽ വെച്ചാൽ സോപ്പ് തേച്ചാൽ നിങ്ങൾക്ക് തന്നെ ആണ്ടും കൊണ്ടും കളയാം. കാരണം അന്ന് നമ്മൾ കളയാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താൻ വഴിയിൽ നിൽക്കാൻ പറ്റൂല. നമ്മൾ വേഗം എറിഞ്ഞെറിഞ്ഞ് പോരണം. അപ്പോൾ വരി നിന്ന് മുടി കളയാൻ വേണ്ടി വരി നിന്നിട്ട് കുഴങ്ങി പോകും. അപ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യാറ്, എല്ലാവരോടും ഇത് എടുക്കാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, മിനായിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിതനോട് പറയും ഇഞ്ചേതായാലും ഇരിക്ക്, എനിക്കിപ്പോൾ പണിയൊന്നുമില്ലല്ലോ, ചിൻ്റെ മുടിയൊന്ന് കളഞ്ഞുണ്ടാ. അപ്പോൾ ആ സോപ്പ് തേച്ച് ഇങ്ങനെ പഠിച്ചാൽ വേഗം അങ്ങോട്ട് പോരും. അപ്പോൾ മറ്റോൻ പറയും ഇനി നൻ്റെ കളഞ്ഞുണ്ടാ.
അപ്പോൾ നമ്മൾ വേഗം കഴിയും, അത് വേഗം കഴിയും. ഇപ്പോൾ ഒരു സ്ത്രീകളും അത് മുടി മൊയ്ക്കാനുള്ള നമ്മളുടെ കത്രിക ഉണ്ടല്ലോ, അതും നമ്മൾ മിനായിലേക്ക് പോകുമ്പോൾ കയ്യിൽ വെക്കണം, മിനായിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ദുൽഹജ്ജ് 8-ന് നമ്മൾ മിനായിലേക്ക് പോവുകയാണ്. സുബഹി നിസ്കരിച്ചിട്ടാണ് പോകേണ്ടത്. നോക്കുക, ഇൻഷാ അള്ളാ സുബഹി നിസ്കരിച്ച് നമ്മൾ ഒരു സംഘമായി ബസ്സിൽ 49 സീറ്റുള്ള ബസ്സിലാണ് നമ്മൾ 50 ആൾ പോവുക. അങ്ങനെ മിനായിലേക്ക് നമ്മൾ എത്തുന്നു. എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ടെന്റ് 20 പേർക്കുള്ള ടെന്റാണ്. നമ്മൾ KNM-ന്റെ ഹജ്ജ് സംഘം ചെന്ന് കഴിഞ്ഞാൽ ഈ 50 ആൾക്ക് 35 സീറ്റാ തരിക. 50 ആൾക്ക് 35 സീറ്റാ തരിക. അതെന്താ അറിയോ? അങ്ങനെ സീറ്റ് തരുന്നത് കുറയ്ക്കുക, പൈസ കൊടുക്കണ കുറയ്ക്കുകയല്ല, അവരെ അലോട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാകുക. നമ്മൾ ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കിടക്കണ സ്ഥലം നോക്കിയിട്ടാണ് പറയാം. അപ്പോൾ നമുക്ക് ചെരിഞ്ഞ് കിടന്നാൽ നമ്മൾ 50 ആൾ ആദ്യം കിടക്കും. അപ്പോൾ അസൗകര്യങ്ങൾ മിനായിലുണ്ട്. അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് പറയില്ലേ, നിങ്ങളെല്ലാവരും കൂടി ഒരുങ്ങി വന്നാലേ 30 ലക്ഷങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കടന്നോളി സുഖം പറയില്ലേ. പക്ഷെ എല്ലാവരും ആ താഴ്വരയെ തന്നെ കിടക്കണം. അപ്പോൾ മിനായിലേക്ക് നമ്മൾ എത്തുന്നു. എത്തിക്കഴിഞ്ഞാൽ ഒളു കൊടുക്കുന്നു, ളുഹ്ർ 2 റക്അത്ത് നിസ്കരിക്കുന്നു അതിൻ്റെ സമയത്ത്, അസർ അതിൻ്റെ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നു, മഗ്രിബ് അതിൻ്റെ സമയത്ത് 3 റക്അത്ത് നിസ്കരിക്കുന്നു, ഇശ അതിൻ്റെ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നു. അത് കഴിഞ്ഞാൽ മിനായിലെ കർമ്മ അന്നത്തെ കഴിയാണ്. അതിൻ്റെ ഇടയിൽ ദിക്റും ദുആ ചെല്ലാൻ ഒരു ഖുർആൻ്റെ കോപ്പി ബാഗിലിടുക, ഇതിൻ്റെ കോപ്പി ബാഗിലിടുക. അങ്ങനെ ബാഗിലിട്ട് അതാണ് അന്ന് നമുക്ക് ദിക്റും ദുആ ചെല്ലാനുള്ളത്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയ ബാഗിൽ കുറച്ച് തുണിയും കുറച്ച് പുതപ്പുമൊക്കെ ഉണ്ടാവും. പിറ്റേ ദിവസം ആണ് അറഫീക്ക് പോകേണ്ടത്. ദുൽഹജ്ജ് 9 അറഫ. അൽ ഹജ്ജു അറഫ. അറഫയാണ് ഹജ്ജ്, അറഫയാണ് ഹജ്ജ്. അതുകൊണ്ട് അറഫ അറിഞ്ഞു. ഒന്നുകിൽ നമ്മളുടെ മനസ്സറിയാം, നമ്മളുടെ കർമ്മങ്ങൾ അറിയാം, നമ്മളുടെ ബാക്ക് ലൈഫ് അറിയാം. അതോടൊപ്പം തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമയെ തിരിച്ചറിഞ്ഞ മണ്ണ് എന്ന് ചരിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെക്കുറിച്ച് അറിയുന്ന ആ മണ്ണിലേക്കാണ് ദുൽഹജ്ജ് 9-ന് പോകുന്നത്. എന്നാൽ ദുൽഹജ്ജ് 9-ന് പോകാൻ ചെറിയൊരു, ഇപ്പോൾ നമ്മൾ ഒരു ബാഗ് തൂക്കി പോണത് കണ്ടു, ഒരു സഞ്ചി ബാഗില്ലേ, ഒരു സഞ്ചി ബാഗ്, അങ്ങനത്തെ ഒരു സഞ്ചി ബാഗാണ് ഞാൻ ചെറിയ ബാഗ് എന്ന് പറഞ്ഞത്. അതിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു കുപ്പി, ഈ ഒരു പുതപ്പ്, ഏത് മുസ്ദലിഫയിൽ വിരിച്ച് കിടക്കാനുള്ള ചെറിയ, അത് വലിയൊരു പുതപ്പ് കൊടുത്ത് പോരരുത് കേട്ടോ, നീ ബുദ്ധിമുട്ടാവും. നമ്മൾ ഇനി പഴയ തുണിയായാൽ മതി. മുസ്ദലിഫയിൽ കടക്കി തലക്കാണിയൊന്നും വേണ്ട, ആ ഒരു തുണി വിരിച്ച് നമ്മൾ കടക്കും. അതിനുള്ളൊരിതും അതേ അറഫയ്ക്ക് കൊണ്ടുപോകേണ്ടതുള്ളൂ. ഒരു കുപ്പി വെള്ളം ഉണ്ടാവും. അറഫയിലേക്ക് ഓതാനോ ദിക്റ് എല്ലാനുള്ള ഏതെങ്കിലും ഒരു പുസ്തകം ഉണ്ടാവും. മുസല്ലി ഇതൊന്നും വേണ്ട. അറഫ മൈതാനത്ത് വലിയ ടെൻറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്, വിശാലമായ ടെൻറ്റും കാർപ്പറ്റും അവിടെയുണ്ട്. അപ്പോൾ അറഫയിൽ നമ്മൾ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മളുടെ കാര്യം ബാങ്ക് കാത്തിരിക്കുകയാണ്. ബാങ്ക് കഴിഞ്ഞാൽ ഖുത്ബ കേൾക്കും. ഖുത്ബ അറഫയിലെ ഖുത്ബ FM റേഡിയോയിൽ നമുക്ക് ഇയർഫോൺ വെച്ച് കേൾക്കാം. അത് കേട്ട് കഴിഞ്ഞാൽ അവിടെ നിസ്കാരം നടക്കും. നിസ്കാരത്തിൽ നമുക്ക് ആ ജമാഅത്ത് പിന്തുടരാനാവില്ല. നമ്മൾ ടെൻറ്റിൽ ളുഹ്ർ 2 റക്അത്തും അസ്ർ 2 റക്അത്തും ജമ്മും ഖസ്റുമാക്കി നിർവഹിക്കും. അത് നിർവഹിച്ചു കഴിഞ്ഞാൽ ദുആയാണ്. അറഫയിൽ ദുആയാണ്. ദുആ മഗ്രിബ് വരെ തുടരണം. റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇടക്കിടക്ക് ആവർത്തിക്കുക, ദുആർക്കുക. 2 കൈ ഉയർത്തി കഅബയിലേക്ക് തിരിഞ്ഞ് നമ്മളെ കൊണ്ട് കഴിയാം വിധം, ഇനി ഒരു ജീവിതത്തിൽ ഒരു അറഫ എന്ന മണ്ണ് ഇനി നമുക്കില്ല. അപ്പോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ആവർത്തിക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആവർത്തിക്കുക. അള്ളാഹുവിനോട് ദുആർക്ക്. അറഫയിൽ എത്തിയാൽ അറഫ മൈതാനത്ത് ടെന്റ് തന്നെ ഇരിക്കണം എന്നില്ല. അറഫയിൽ നിൽക്കൽ എന്ന് പറഞ്ഞാൽ ഇരിക്കാം, നിൽക്കാം, പക്ഷെ കിടക്കരുത്. അന്ന് നമ്മൾ കിടന്നാൽ മിനായിലെ ഉറക്കും ക്ഷീണമൊക്കെ ഉണ്ടാവും. കിടന്നാൽ നമ്മൾ ഉറങ്ങിപ്പോവും. നമ്മൾ ആ ഉറക്കം നമ്മളെ ജീവിതത്തിൽ തന്നെ ഉറക്കും. പിന്നെ സങ്കടം തീരൂല, പോന്നിട്ടാ മനസ്സിലാവുക. അതുകൊണ്ട് മുഖമൊക്കെ കഴുകി വളരെ ഉഷാറായി ടെൻറ്റിൽ നിന്ന് അല്പം മാറും. ടെൻറ്റിൽ ജമാഅത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും. ടെൻറ്റ് അത് കഴിഞ്ഞാൽ ടെൻറ്റിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും.
എന്നിട്ട് വേപ്പ് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ അവിടെ നിന്നിട്ട് നേരെ കഅബയിലേക്ക് നോക്കിയിട്ട് ജീവിതത്തിലെ ഇനി ഒന്നും ബാക്കിയില്ലാത്ത വിധം നമ്മളെക്കൊണ്ട് അള്ളാഹുവിനോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് ഒന്നും നമ്മളെ ഹൃദയം മൊത്തം കലക്കിയിട്ട് അതിലെന്തെങ്കിലും വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ എടുത്ത് അള്ളാഹുവിനോട് മാപ്പിരക്കേണ്ടുന്ന നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ലക്ഷങ്ങളുടെ വിലയറിയുന്ന മൈതാനം അതാണ്. അവിടെയാണ് നമ്മളൊന്നും വാങ്ങുകയല്ല, നമ്മളൊക്കെ അള്ളാഹുവിന് കൊടുക്കുകയാണ്, കൂലിയാണ് നമ്മൾ വാങ്ങുന്നത്. ആ അറഫ മൈതാനത്ത് നമ്മൾ അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കന്നെയാണ് പരമാവധി നല്ലത്. കാരണം ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും, പിന്നെ ക്ഷീണം വരും. അപ്പോൾ നിൽക്കും, കുറച്ചേരം ഇരിക്കും, കുറച്ചേരം നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് വർത്താനം പറയാനോ വേറെ നമ്മളൊക്കെ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ എന്താ പറയില്ല, നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴല്ല ഇമാമിനുള്ള പണി എന്താ നിങ്ങൾ അവിടെ നിൽക്കും. അവിടെ നിന്നിട്ട് ആരെങ്കിലും രണ്ടാൾ അപ്പുറം ഇരുന്ന് വർത്താനം തുടങ്ങിയ എഴുന്നേറ്റ് പോകാൻ പറയോട്. നിങ്ങളെ ഹജ്ജ് കളയരുത് എന്നാ പറയാം, ഞങ്ങളല്ല. നിങ്ങളെ ഹജ്ജ് കളയരുത്, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് വർത്താനം ഒന്നും പറയരുത്. നിങ്ങൾ ഉറപ്പിക്കുക 12:15 മുതൽ വൈകുന്നേരം 6:45 വരെ ഞങ്ങളെ ഹജ്ജ് ഞങ്ങൾ എടുക്കും, അത് ഞങ്ങൾ ഉപയോഗിക്കും. ഞങ്ങൾ അള്ളാഹിനോട് പറയും, കരയണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയൊക്കെ പറഞ്ഞത്, നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കള്ളക്കരച്ചിലെങ്കിലും തുടങ്ങിക്കോളി, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം അത് ഏറ്റെടുത്തുകൊള്ളുമെന്നാണ്. കാരണം അറഫയെ കരയാത്തവൻ പിന്നെ ജീവിതത്തിൽ ഓൻ കരച്ചിൽ തന്നെ ഉണ്ടാവുള്ളൂ. അറഫയിൽ നമ്മൾ ആരും കരയും, എത്ര വലിയ വമ്പനാണെങ്കിലും അറഫ മൈതാനത്ത് കൈ ഉയർത്തുമ്പോൾ കരയും. എങ്ങനെ അപ്പോൾ ആ കരച്ചിൽ ഹജ്ജിൻ്റെ അറഫയിൽ നമുക്ക് കിട്ടണം. അവിടെ വേറൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഞാൻ വിശദമായി അത് പറയാത്തത്, അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കർമ്മത്തിലേക്ക് നിങ്ങൾ എത്തും, സ്വാഭാവികമാണ്. ആ മൈതാനം അപ്പോൾ അവിടെ നമ്മൾ അത് കഴിഞ്ഞാൽ ഒരു നിസ്കാരം കൂടി വെക്കാത്ത എന്താ അറിയോ, ഒന്നുണ്ടാക്കാൻ പോകാൻ സമയം വേസ്റ്റ് ആവുന്നുള്ളതുകൊണ്ടാ. ഒന്നുണ്ടാക്കാനും ബാക്കിയുള്ള അവിടെ നിസ്കാരം എന്നല്ല, അറഫയിൽ ശരിക്കും നിസ്കാരമല്ല. അറഫന്റെ പുറത്ത് നിസ്കരിച്ചിട്ട് ഉള്ളിലേക്ക് കയറുക വേണ്ട. പക്ഷെ നമുക്കതിന് പറ്റൂല്ലോ, നമ്മൾ അറഫയിൽ ആദ്യം എത്തുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നിട്ടോ മഗ്രിബും ഇശയും അവിടുന്ന് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ പാടില്ല. മഗ്രിബും ഇശക്കും മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ അറഫേന്ന് പോരണം. നമ്മൾ മുസ്ദലിഫയിലേക്ക് പോരുക. മശ്അറുൽ ഹറാം അത് മൈതാനമായിരുന്നു, ഇപ്പം അവിടെ പള്ളിയാണ്. അതിൻ്റെ അടുത്തേക്കാണ് മുസ്ദലിഫയിലേക്ക് നമ്മൾ പോരുന്നത്. അപ്പോൾ മുസ്ദലിഫയിൽ നമ്മൾ ബസ്സിനാണ് പോരുക, നടന്നു പോരുകയും ചെയ്യുക. ഇപ്പോൾ നല്ല സൗകര്യമുണ്ട്. പിന്നെ അറഫ മൈതാനത്തിൻ്റെ അടുത്തുള്ള മസ്ജിദുൻ നമിറയിൽ നിന്ന് മിന ജംറയിലേക്ക് ആകെ 11 കിലോമീറ്ററാണ് ആകെ ഉള്ളത്. 11 കിലോമീറ്റർ. അപ്പൊ ചിലരെന്ത് ചെയ്യുന്നറിയോ, ചിലരെന്നല്ല, ആരോഗ്യമുള്ള ആൾക്കാർ ഈ GPS ഇട്ടാൽ സുഖാണ്. മിന നമ്മളെ ടെന്റിന്റെ നമ്പർ അടിച്ചാൽ നേരെ നമുക്ക് നടന്നു വരാനുള്ള വൈകി ഇങ്ങനെ കാണിച്ചു തരും. അയിക്കൂടി വൈകുന്നേരം 6:45 അത്യാവശ്യം വിവരമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നടക്കാനൊക്കെ ഉള്ളവർ ഒരു 6:45 ഭാര്യനെയും കൂട്ടി അവിടെ നിന്ന് നടക്കും. നടന്നിട്ട് ആ വഴി ഇങ്ങനെ നോക്കിയാൽ നടന്നോല് വേഗത്തും, ബസ് കയറിയോല് ഇരുന്ന് 11 മണിയൊക്കെ ആകും എത്താൻ. അപ്പൊ നമ്മൾ അധികം ആ ഒരു സംഘത്തെ ഉണ്ടാക്കും. 2 അമീർമാരുണ്ടാവുമ്പോൾ ഒരമീർ എന്ത് ചെയ്യും, നടക്കണോലൊപ്പാക്കും. അങ്ങനെ നടക്കണ കുറെ ആൾക്കാരെ കൂട്ടിയിട്ട് ഹജ്ജ്. അപ്പൊ ചിലർ ആദ്യം തന്നെ ചോദിക്കും എത്ര കിലോമീറ്റർ ഉണ്ടാവും. ഓലോട് ഞങ്ങൾ കിലോമീറ്റർ പറയില്ല, കാരണം എന്താ പറയുക, അത് ചോദിച്ചാലേ ഉണ്ടാവുള്ളൂ. സക്കാത്ത് കണക്കൂട്ടുന്ന മാതിരിയാണ്. നടക്കാൻ ഒരുങ്ങിയാൽ നമുക്ക് ആകെ 6 കിലോമീറ്റർ തോന്നുള്ളൂ. കാരണം നല്ല പാത, ആ പാതയിൽ കൂടി ഇങ്ങനെ തൽബിയത്ത് ചെല്ലി അങ്ങനെ നടന്ന് ഇടക്ക് വെള്ളം കുടിച്ച് ഇടക്ക് ജ്യൂസ് കിട്ടും, അത് കുടിച്ച് അങ്ങനെ കുറച്ച് വിശ്രമിച്ച് ഒരു 7 മണിക്ക് പോയാൽ 10 മണിയാകുമ്പോഴേക്ക് മുസ്ദലിഫയുടെ അവസാനത്തേക്ക് എത്തും. ആ മുസ്ദലിഫയിൽ നമ്മൾ അന്ന് രാപ്പാർക്കാണ്, കർമ്മം വേഗം പറഞ്ഞു പോകണം, രാപ്പാർക്കാണ്. മുസ്ദലിഫയിൽ ദുൽഹജ്ജ് 9 അന്ന് രാത്രി നമ്മൾ മഗ്രിബിന് അറഫ വിട്ടാൽ ഇശ കഴിഞ്ഞ് ഒരു 8 മണി 9 മണി 10 മണി മുസ്ദലിഫയിലെത്തും. മുസ്ദലിഫയിൽ രാപ്പാർക്കുക. അത് ഇസ്ലാമിൻ്റെ ഹജ്ജിൻ്റെ ഒരു കർമ്മമാണ്. അത് വല്ലാത്തൊരു പാർപ്പാണ്. ഇതുവരെ ഞങ്ങൾ ഏത് പൊരയും കറന്നിട്ട് അജാതി ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല, നല്ല ക്ഷീണം ഉണ്ടാവും. ഇപ്പം നമ്മളെ പാവമൊക്കെ പോയിട്ടുണ്ട് ഒരു ഉറക്കം കിട്ടാൻ. അങ്ങനെ നമ്മൾ അവിടെ എത്തും. അവിടെ എത്തി പരമാവധി ബസ് എന്ത് ചെയ്യും, ബസ് ഡ്രൈവറോട് പറയും, നിങ്ങൾ പരമാവധി ആഖിറിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ മിനയുടെ ആദ്യ ഭാഗത്തേക്ക് എത്തുന്ന മുസ്ദലിഫയിൽ കൊണ്ടുപോയി ബസ് നിർത്തും. അവിടെ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നറിയോ, ബാത്റൂം സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ആദ്യത്തെ പണി വുളു എടുക്കലാണ്. വുളു എടുക്കാൻ നമ്മൾ വരി നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ വരി നിന്നാലും മുന്നേക്കൊക്കെ നോക്കുമ്പോൾ 25 ആളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ 30 ആളുണ്ട്, ചിലപ്പോൾ 40 ആളൊക്കെ ഉണ്ടാവും.
അത് അപ്പോൾ സന്തോഷമുള്ളൂ. പഠിച്ചോനെ എത്ര ആൾ അവിടെ എത്തിയിട്ട് ചിലരാണേ മൂത്രമൊഴിച്ചാതെ പോയിരുന്നു, അപ്പോൾ ഇതിനൊക്കെ പറ്റിപ്പോയി കാണേ, ഇങ്ങനെ വരി ഇങ്ങനെ പോയിട്ട് അതൊക്കെ തന്നെയാണ് ഹജ്ജ്. അങ്ങനെ നിന്ന് ആ ഒള്ളുവൊക്കെ എടുത്ത് പുറത്ത് വന്നു. ഉസ്താദ് പറയുന്നാൽ ഇനി ജമാഅത്തായിട്ട് നിസ്കരിക്കുക. മഗ്രിബ് 3 ഇശ 2 ഇഖാമത്ത് കൊടുത്ത് ഇശ 2 നിസ്കരിക്കും. അവിടെ സുന്നത്തില്ല. മിനായിലും അതുപോലെ തന്നെ അറഫയിലും മുസ്ദലിഫയിലും തിരിച്ചു മിനായിലും സുന്നത്ത് നിസ്കാരങ്ങളില്ല. എന്നാൽ സുന്നത്തുണ്ട് എന്ന് അഭിപ്രായമുള്ളത് നമ്മളുടെ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്തും അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരവും. അതിൽ 2 അഭിപ്രായമാണുള്ളത്. രണ്ടും ഞാൻ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, ഒരു സുന്നത്തും ഹജ്ജ് സമയത്ത് ദിവസങ്ങളിൽ ഇല്ല എന്ന മാനദണ്ഡം വെച്ച് ആ സുന്നത്തും ഒഴിവാക്കാൻ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാത്ത 2 നിസ്കാരമാണ് സുബൈൻ്റെ മുമ്പുള്ള 2 റക്അത്തും അതുപോലെ തന്നെ തഹജ്ജുദും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മളുടെ പൂർവ്വ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഞങ്ങളൊക്കെ ഉംറക്ക് പോകുമ്പോൾ ഉംറക്ക് ഹജ്ജിന് പോകുമ്പോൾ പറയും, ഈ 2 നിസ്കാരം നിങ്ങൾ സുന്നത്തുകൾ നിസ്കരിച്ചോളി, കുഴപ്പമില്ല, പക്ഷേ മറ്റുള്ള സുന്നത്തുകളൊന്നും ഇല്ല എന്ന ഈ 2 അഭിപ്രായം. ഇത് നിങ്ങൾക്ക് ഏതും സ്വീകരിക്കാം അല്ലേ? അങ്ങനെയല്ലേ ഉസ്താദ് പറയുന്നത് അല്ലേ? അത് ഈ അഭിപ്രായത്തിൽ നിസ്കരിക്കണവർക്ക് നിസ്കരിക്കാം, ഒരു 2 ആൾ നിസ്കരിക്കണല്ലോ അല്ലേ? ഞങ്ങൾ ഒരു സുന്നത്തും നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ മുസ്ദലിഫയിൽ ഉറങ്ങി ഒരു 3:45 4 മണിയാവുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുകയാണ്. എങ്ങനെ മുസ്ദലിഫയിൽ ചരലിലുറങ്ങുക എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. അത് നിങ്ങൾ അന്ന് ചരലിൽ കിടന്നാൽ നിങ്ങൾ ഉറങ്ങുക, ചരലിലുറങ്ങും. ചരലിലുള്ള ആ അന്നത്തെ ഉറക്കമാണ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉറക്ക്. ഞാൻ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു സമ്പന്നനായൊരു മനുഷ്യനുണ്ടായിരുന്നു ഹജ്ജിന് കൂടെ. അപ്പോൾ ഈ ചില ആജിമാരെന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴും ഒരു കണഗുണക്കാരേക്കാരം. നിങ്ങളല്ല കേട്ടോ പറയുന്നത്, ഇങ്ങനെ ഒരു കണഗുണം എന്തിനൊരു എതിര് പറഞ്ഞിട്ട് എങ്ങനെയാലും ഈ ഹജ്ജ് ഗ്രൂപ്പ് ഒന്ന് കൊളാക്കട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഓലെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കും ആളൊരു കണഗുണയാണ്. അപ്പോൾ അജയന്മാരും തന്നെ പരാതി പറയും, ഒരു സുവാസുൽ കന്നാസാണ്, മൗലവി കൊളാകുമോ എന്നറിയില്ല. അപ്പം എന്ത് നമ്മൾ കുറേയൊക്കെ ട്രീറ്റ് ചെയ്യും, നിങ്ങൾ ഒന്നും കൂടി ശരിയാണോ? അപ്പോൾ ശരിയാണ്. ചിലപ്പോൾ ഒരു 15 ദിവസം കൊണ്ടൊക്കെ ശരിയാവും, ചിലരൊരു 40 ദിവസം കൊണ്ടും ശരിയാവും, ചിലർ തീരെ ശരിയാവില്ല. ഇവിടെ വന്നിട്ടും പിന്നെ ആകെ കച്ചറയും കുലുമാലും, എൻ്റെ ഹജ്ജ് ശരിയായാലും മണ്ണില്ല, ഞാൻ അത് അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്ന് എന്താണ് ഹജ്ജ് എന്നോ എന്താണ് കർമ്മം എന്നോ എന്താണ് ഈ പോക്ക് വരവെന്നൊന്നും അറിയാതെ നിൽക്കുന്ന ആളുകൾ. പക്ഷേ അൽഹംദുലില്ലാ KNM നമ്മളെപ്പോഴും പോകുമ്പോൾ മുവഹിദുകളായ നല്ലൊരു സംഘത്തെയാണ് നമുക്ക് കിട്ടുക. കുറേ പണി നമ്മൾ എടുക്കുമ്പോൾ നല്ല സന്തോഷം തോന്നും. നിങ്ങൾക്ക് അമീർമാരിങ്ങനെ ചെയ്തു വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാണ് വേറൊരു സന്തോഷമുണ്ട്. അത് ചെയ്തു കൊടുത്തല്ലോ റബ്ബേ, അത് ചെയ്തു കൊടുത്തല്ലോ. എന്നാൽ എല്ലാത്തിനും കുറ്റം പറയുന്നത് നമ്മൾ വിചാരിക്കും, എന്നാൽ മൂപ്പരും ബൈക്ക് പോട്ടെ, അല്ല എന്ത് കാട്ടും. ആർക്കാ തോന്നുന്നു? നിങ്ങളെ മക്കളെ പോലുള്ളവരല്ലേ ഞങ്ങളും. നിങ്ങളൊക്കെ മക്കളെ പോലുള്ള ആളുകളാണ് ഈ ഹാദിമ്യങ്ങൾ, ഇത് വേറൊരു ജോലിക്കാരൊന്നുമല്ല. അപ്പം നിങ്ങളുടെ ആ സ്നേഹം ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അൽഹംദുലില്ലാ ചില സമയത്തൊക്കെ ചില ആജിമാരുടെ ഓരോ വാക്ക് നേരിട്ടാ പറയട്ടോ, വാക്ക് മൗലവി ഞാൻ കുടുങ്ങിപ്പോയ നേരത്ത് പടച്ചോൻ സഹായിച്ചിട്ടോ. പടച്ചോനെ നമ്മളെല്ലാം സഹായിക്കുക, എല്ലാത്തിലും പടച്ചോൻ്റെ ഒരു സഹായം നമുക്കുണ്ടാവും. അങ്ങനെ നമ്മൾ ആ മുസ്ദലിഫയിൽ അന്നത്തെ ആ ദിവസം ഒരാളിങ്ങനെ എവിടെ മൗലവി ഉറങ്ങുക, ഇവിടെ ഉറങ്ങണ, പൈസ അടച്ചിട്ടുണ്ടാവില്ല നിങ്ങളൊക്കെ, എന്തിനു പറ്റും? ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കിടക്കി, നിങ്ങൾ ആദ്യം ഇവിടെ കിടക്കി. എങ്ങനെ ഉറങ്ങണി നമ്മളല്ല, അത് പടച്ചോൻ തരുന്ന. നിങ്ങൾ ആദ്യം കടന്നു. ഇയാൾ ഉറങ്ങി റബ്ബേ. ഉറങ്ങിയിട്ട് ഞാൻ 3:45 ഇയാളെ വിളിച്ചപ്പോൾ 1.5 HP മോട്ടറിൻ്റെ വലിയ മൂപ്പര് കൂർക്കം വെച്ചിനെ. ഞാൻ മൂപ്പരോട് ചോദിച്ചു, എന്ത്? അയാൾ പറയുകയാണ്, എഴുന്നേറ്റിട്ട് കരഞ്ഞിട്ട് പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ ബിസിനസ്സുകാരൻ, ഞാൻ വലിയ റിസോർട്ടിലൊക്കെ ഉറങ്ങിയിരിക്കണം, പക്ഷേ ഈ ഉറക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. കാരണം പാപം പോയ ഉറക്കാണ് നമ്മൾ ഉറക്ക്, ബാക്കിയൊക്കെ ഒരു മയക്കാം. നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ കുട്ടി ഉറങ്ങണുണ്ടല്ലോ നിങ്ങൾ തൊട്ടിയിൽ, ആ ഉറക്കം നമുക്ക് അന്ന് കിട്ടും, മുസ്ദലിഫി കിട്ടും. ആ മുസ്ദലിഫിയിൽ ഉറങ്ങി സുബഹി അവിടെ നിന്ന് 2 റക്അത്ത് ജമാഅത്തായിട്ട് പിറ്റേ ദിവസം നിസ്കരിച്ച് നേരെ നമ്മൾ മിനായിലേക്ക് നടക്കും. നേരെ മിനായിലേക്ക് പോകും. മിനായിൽ എത്തിയാൽ അന്നത്തെ കർമ്മം വേഗം പറയാൻ. അന്നത്തെ കർമ്മം അപ്പോൾ കല്ല് പൊറുക്കണം. കല്ല് എവിടുന്ന് പൊറുക്കാം? നമുക്ക് കല്ല് വേണ്ടത് ആദ്യത്തെ ദിവസം, ശരിക്കും ശ്രദ്ധിക്കും, ആദ്യത്തെ ദിവസത്തിന് 7, പിന്നത്തെ ദിവസത്തിന് 21, പിന്നത്തെ ദിവസത്തിന് 21, പിന്നത്തെ ദിവസത്തിന് 21. അപ്പം എത്രയായി? 63 + 7 =
70. അപ്പോൾ ഒരു 80 കല്ല് നമ്മൾ പൊറുക്കും. മുസ്ദലിഫയിലൊക്കെ കല്ലുണ്ടാവും. അറഫയിൽ നേരത്തെ എത്തുകയാണെങ്കിൽ രാവിലെ എത്തിയാൽ ഉച്ചക്ക് വരെ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കല്ല് പൊറുക്കും. എന്നിട്ട് ഈ കല്ല് എവിടെ ഇടുക അറിയാം ഞങ്ങൾ? കല്ല് നേരത്തെ ഇസ്ഹാഖ് മൗലവി പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ ചെറിയ കർമ്മങ്ങളാണ് ചെയ്യണേ. വലിയ ആളുകളായ നമ്മളെ ചെറിയ ചെറിയ കർമ്മങ്ങൾ ഒരു LKGന്റെ പണി നമ്മൾ എടുപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മളെ താഴത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ ഒരു 80 കല്ലെടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയില്ല, അപ്പം നമ്മൾ വെള്ളക്കുപ്പി അതിലിടുക. ചെറിയ തുണിയായിട്ട് കെട്ടണോലുണ്ട്. അപ്പോൾ ഇതിൽ എടുക്കും. ഇതിലൊരു 80 കല്ല് എവിടെ നിന്നാണ് സൗകര്യപ്പെടർന്ന് പൊടിയൊക്കെ കളഞ്ഞ് എടുത്ത് ചിലരെന്ത് ചെയ്യും, അത് കഴുകി പിന്നെയും കഴുകി പിന്നെ അത് സംസം കൊണ്ട് കഴുകി പിന്നെ അവസാനം ആ കല്ലില്ലാണ്ടായി പോകും പൊടിഞ്ഞിട്ട്. അങ്ങനെ വേണ്ട, നമ്മൾ വസ്വാസം ഒഴിവാക്കുക. റസൂൽ ഒരു കടുക് മണിയോളം വലുപ്പമുള്ള അങ്ങനത്തെ കല്ലുകളാണ് അവിടെ ഇടുക. അത് കഴിഞ്ഞൊല്ല എറിഞ്ഞതൊക്കെ അവിടെ കൊടുന്ന് ലോറിയിൽ തട്ടും. മുസ്ദലിഫയിലും ആ കറക്കണോടത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് നമ്മൾ ആദ്യം ചെന്ന് പിന്നെ സുബൈൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഒരു 80 കല്ല് പൊറുക്കിയിട്ട് ഈ കുപ്പിയിലിടും. ഈ കുപ്പിയിൽ നിന്ന് നമ്മൾ ഒരു 7 കല്ല് നമ്മൾ ടെൻറ്റിലെത്തിയാൽ ഒരു ചെറിയ പിന്നെ പേപ്പർക്ക് എടുക്കും. ആ പേപ്പർ ഈ കുപ്പിയായിട്ട് നമ്മൾ ജംറയ്ക്ക് പോകില്ല. അപ്പോൾ അതിൽ ഒരു 7 കല്ലുണ്ടാവും. അതിൽ 7 കല്ലിൽ ഒരു 8 കല്ലൊക്കെ എടുക്കും. ഒരു 8 കല്ലൊക്കെ നമ്മൾ എടുക്കും. അമ്മായിമ്മയും മരുവോളും അജ്ജിന് വൈറ്റേ അങ്ങനെ എറിഞ്ഞു നോക്കുമ്പോൾ മരുവോക്ക് കുറവാണ്. മരുവോക്ക് 7 കല്ല് എറിയാനില്ല, 6 അപ്പോൾ അമ്മായിമാനോട് ചോദിച്ചല്ലോ, നിങ്ങളൊരു കല്ല് തരും. അതന്നെ അടി, ഞാൻ ഇത് കാത്തിക്കാണ്, എന്തെങ്കിലും ഒന്ന് എന്നോട് ചോദിച്ചു തെരുവിൽ എനിക്ക് കയറണു. ഒരു നാട്ടിൽ നിന്ന് എന്തോ ഒരു ഫൈറ്റ് ചെയ്ത് പോന്നാണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമ്മളൊരു 8 കല്ലെടുക്കും. 8 കല്ല് നമ്മൾ പൊഞ്ഞെടുത്ത് നമ്മൾ ജംറയിലേക്ക് നടക്കും. ജംറയിലേക്ക് രാവിലെ 7 മണി മുതൽ 8, 9, 10 ലുഹ സമയത്താണ് അന്നത്തെ ദിവസത്ത് കയറി. അപ്പോൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സൗകര്യപ്പെട്ട സമയത്ത് ഗവൺമെൻറ് അനുവാദം തരും, നമ്മൾ പോകും. ആദ്യത്തെ ജംറയിൽ എറിയണ്ട, അത് അവിടെ വഴി തുറന്നു വരില്ല. രണ്ടാമത്തേൽ എറിയണ്ട, മൂന്നാമത്തേലാണ് എറിയുക. ജംറത്തുൽ അഖബ, പ്രധാനപ്പെട്ട ജംറ. അവിടെ പോയിട്ട് ബിസ്മില്ല, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 7 കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ ദുആ ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് മാറി നിന്ന് കഅബയിലേക്ക് തിരിഞ്ഞ് ദീർഘമായി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിന് കുറച്ച് ദുആ നമ്മൾ കണ്ടെത്തി വെക്കണം. അത് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ പോണീൻ്റെ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദീർഘമായി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ബുക്കൊന്നും അന്ന് എടുത്തിട്ട് കാര്യമില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് 5, 8, 10 ദുആ നമ്മൾ ഓൾറെഡി പെട്ടെന്ന് നമുക്ക് ചൊല്ലാം. ഇത് പഠിക്കാനുള്ള കുഴപ്പം തരങ്ങൾ അവിടെ എത്തിയിട്ട് ദ്വാ കയ്യൊന്നിച്ചു വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്തേ ഒന്നുമില്ല, എന്താ ദ്വാർക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു 10 ദ്വാ ഇപ്പം തന്നെ ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ നിസ്കരിക്കണ സമയത്തുള്ള പ്രാർത്ഥനയൊക്കെ പറ്റും. എന്തും വജ്ജഹ്തു വജ്ഹിയലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള് ഒരാൾ ചെല്ലായിക്കോട്ടെ. പക്ഷേ എന്താണ്, അറബിയിലെ പ്രാർത്ഥനകൾ 10 റെഡിയായി. എന്നിട്ട് പിന്നെ ഞങ്ങൾ മലയാളത്തിൽ തുറന്നോളി. അപ്പോൾ ആ ജംറയിൽ ഏറ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ടെൻറ്റിലേക്ക് വരും. പക്ഷേ അന്ന് നമുക്ക് ബാക്കിയുള്ള 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഏതൊക്കെയാണ്? ബലി അറുക്കലും അതുപോലെ തന്നെ മുടി കളയലും. പൈസ ആദ്യം അടക്കുന്നതുകൊണ്ട് ബലി അവിടെ അറുക്കും. അപ്പം നമ്മൾ ഏറ് കഴിഞ്ഞു, ബലി അറുക്കൽ കഴിഞ്ഞു. ഇനി അതിൽ ചെറിയ സംശയം ഉണ്ടാകും. നമ്മളെ തൽബിയത്ത് എപ്പോഴാണ് നിർത്തുക എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഞാൻ പറഞ്ഞിടാം. തൽബിയത്ത് നമ്മൾ ചൊല്ലി നിർത്തേണ്ടത് ജംറയിലേക്ക് എത്തുമ്പോഴാണ്. ജംറൻ്റെ അവിടെ എറിയുന്നിടത്ത് എത്തുമ്പോഴേക്ക് തൽബിയത്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ബലി പെരുന്നാളിൻ്റെ ഇവിടുത്തെ നമ്മളൊക്കെ ചെല്ലണ തക്ബീറാണ് ചെല്ലേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഏറ് കഴിഞ്ഞാൽ നേരെ ടെൻറ്റിലേക്ക് മടങ്ങി വന്ന് മുടി കളയാം. അറവ് അവിടെ നടന്നു കാണും, സർക്കാർ തലത്തിൽ നടന്നു കാണും. അപ്പോൾ നമ്മളെ 3 കർമ്മങ്ങൾ കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? സാധാ ഡ്രസ്സിലേക്ക് മാറാം. തഹല്ലുൽ ആയിട്ടില്ല, ഒരു ഭാഗിക തഹല്ലുലേ ആവുള്ളൂ. ഡ്രസ്സ് മാറാം. ഒരു 3-4 ദിവസം അങ്ങനെ എടുത്തിട്ടുള്ള 2 ദിവസം എടുത്തിട്ടുള്ള ഒരു ക്ഷീണം ഉണ്ടാവുക. നമ്മളെ സാധാരണ കുപ്പായോ തുണി നമുക്ക് എടുക്കാം, അടിവസ്ത്രം നമുക്ക് ധരിക്കാം. പക്ഷേ പൂർണ്ണ തഹല്ലുലാവില്ല. പൂർണ്ണ തഹല്ലുലാകാൻ 2 കർമ്മങ്ങൾ കൂടി ബാക്കിയുണ്ട് ഹജ്ജിൻ്റെ. പ്രധാനപ്പെട്ടത് തവാഫും സഅയും. തവാഫുൽ ഇഫാലത്തും സഅയുൽ ഹജ്ജും, ഇത് 2 ബാക്കിയുണ്ട്. അപ്പം ആരോഗ്യമൊക്കെയുള്ള നിങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ആരോഗ്യം തോന്നുന്നവരാണ്. അന്ന് തന്നെ ഉസ്താദിനോട് അനുവാദം വാങ്ങി അതിലെ നേരെ എറിഞ്ഞു കഴിഞ്ഞ് നേരെ കുറച്ചുകൂടി താഴത്തേക്ക് നടന്നാൽ ഇടത് വശത്തേക്കുള്ളൊരു പന്തലുണ്ട്. അത് നിങ്ങളെ ഹജ്ജിൻ്റെ ഒരു 6 ദിവസം മുമ്പ് നിങ്ങളൊരു ബസ്സിൽ അല്ലെങ്കിൽ നടന്നു പോയിട്ടോ കാണിച്ചു തരും. അന്ന് നടന്നു പോകാൻ സന്നദ്ധരായ ഒരു 6 ദിവസം മുമ്പ് നടന്ന് മിനായിലേക്ക് റൂമിൽ നിന്നൊന്ന് പോരാൻ നിങ്ങൾ സന്നദ്ധരായാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടുമില്ല.
കാരണം ഈ ജംറ കഴിഞ്ഞാൽ രാവിലെ 8 മണി 9 മണിയാകുമ്പോഴേക്ക് ജംറ കഴിഞ്ഞു, ഏറ് കഴിഞ്ഞു, പിന്നെ നമുക്കൊന്നുമില്ല, മിനയിൽ വന്ന് ഇരിക്കാനുള്ളൂ. അപ്പോൾ അതിലെ തന്നെ മെല്ലെ ഒന്ന് കുറച്ചുകൂടി ഇറങ്ങി ഇടത് വശത്തേക്ക് ചെറിയ ഒരു പന്തൽ പാതയുണ്ട്. അതിലൂടെ നടന്നാൽ 3.5 കിലോമീറ്റർ കൊണ്ട് ഹറമിലെത്തും. ഹറമിലെത്തിയാൽ നിങ്ങൾക്ക് പരിചയമുള്ള ഹറമാണ്. അവിടുന്ന് ഹജ്ജിൻ്റെ തവാഫ്, ആ തവാഫ് ഉംറയുടെ ഭാഗമായി ചെയ്തതുപോലെ അത് കഴിഞ്ഞ് സഅയ്, അത് ഹജ്ജിൻ്റെ സഅയ്, നിയ്യത്ത് മാറരുതേ, ഹജ്ജിൻ്റെ സഅയ് അത് നിർവഹിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മറുവയുടെ വശത്ത് കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനിച്ച വീടിൻ്റെ ആ വഴിയിലൂടെ നടക്കുമ്പോൾ മിനയ്ക്കുള്ള വഴി അവിടെ ഗുഹ കാണുകയും ചെയ്യും. വേട്ടു മിനാൻ അയിക്കൂടി ഇങ്ങനെ പോന്നാൽ മിനയ്ക്ക് അതേപോലെ വന്നിറങ്ങുകയും ചെയ്യാം. അപ്പം അന്ന് ചെയ്യാൻ കഴിയുന്നവരൊക്കെ അന്ന് തന്നെ തവാഫും സഅയും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിനിയിൽ വരുമ്പോണ്ടൊരു സമാധാനം, മൗലവി കഴിഞ്ഞ് പിന്നെ പോകാതെ വന്നിരിക്കണോ പറയാൻ ആൾക്കാരല്ലോ, ഓലാകെ സങ്കടപ്പെടുക, എൻ്റെ കഴിഞ്ഞൂലേ, നമ്മളത് കഴിഞ്ഞിട്ടില്ല. അപ്പം പിന്നെ മൗലവിനോട് ഒരു മൗലവി നമ്മളത് ഞെപ്പളാ എന്നാ പോവുക. മൗലവിക്ക് അന്ന് പോരാൻ പറ്റൂല. മൗലവി ഇത് തവാഫും സഅയും ചെയ്യുക ഏറ്റവും അവശരായ ആളുകളുടെ കൂടെ 13-ൻ്റെ അന്ന് മടങ്ങി വന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഏറ്റവും ദുർബലരുടെ കൂടെയാണ് അമീർ നിൽക്കേണ്ടത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് 2-ാമത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തവാഫും സഅയും ബാക്കിയുള്ളവർ പോയി തവാഫും സഅയും നിർവഹിച്ചു പോന്നു കഴിഞ്ഞാൽ പൂർണ്ണ തഹല്ലുലായി. മാറാനൊന്നുമില്ല, ഡ്രസ്സ് അത് തന്നെ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അനുവാദമായി നടത്തും. അപ്പോൾ അതും കഴിഞ്ഞാൽ 11 ഏറ്, 11-ന് 3 ഏറുണ്ട്. അപ്പോൾ 7 21 കല്ല് 7 ആക്കിയിട്ട് ചെറിയ പേപ്പറിൽ എടുക്കുക. ടിഷ്യൂ പേപ്പറിലെ എല്ലാവരും എടുക്കൽ. 7 ഒരു ഇത് ആക്കിയിട്ട് കീശയിലിടും. 7 പർദ്ദങ്ങൾ എടുക്കുമ്പോൾ കീശയിലെടുത്തളി സൗകര്യമാണ് ഹജ്ജിന്. അപ്പോൾ 7 വേറൊരു ടിഷ്യൂ പേപ്പറിൽ പോയിട്ട് അത് ഇവിടെ ഇടും. പിന്നെ ഒരു 7 എടുത്തു. അപ്പോൾ 1-ാമത്തെ ജംറയ്ക്ക് ഒരു പൊതി എടുത്തിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു, മറ്റേ 21 ആയിട്ട് പോയിട്ട് ഇതിങ്ങനെ എണ്ണീട്ട് ഇനിയിപ്പോൾ 10 ഉണ്ടാകുക. അവസാനം എറിയാൻ ചെന്നാൽ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ 2 കുറവേ ബുദ്ധിമുട്ടുണ്ട. അപ്പോൾ ഇതെടുത്ത് ഏറ് കഴിഞ്ഞ് ആ പേപ്പർ തീ തന്നെ ഇട്ടല്ലേ അവിടെ വേസ്റ്റ് നമ്മൾ ഇട്ട് പോരണ്ട, ദ്വാർക്ക. 1-ാമത്തെ ഏറ് കഴിഞ്ഞാൽ ഇടതുവശത്ത് വന്ന് ദ്വാർക്ക, തിരിച്ച് വീണ്ടും ജംറയിലേക്ക് പോകും, അവിടെ തന്നെ പോവും. 2-ാമത്തെ ദ്വായും നിർവഹിക്കും. 2-ാമത്തിൽ എറിയ ദ്വാർക്ക. അന്ന് 3-ാമത്തത് എറിഞ്ഞാൽ ദ്വായില്ല. 11-ൻ്റെ അന്ന് നമ്മൾ എറിയേണ്ടത് ളുഹ്ർ കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ ദിവസം നമ്മൾ എറിയുന്നത് ളുഹ സമയത്താണ്. 12-നും അതേപോലെ ചെയ്യാം, 13-നും അതേപോലെ ചെയ്യാം. മിനയിൽ തിരിച്ചു വന്നാലുള്ളതും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ളുഹ്ർ 2, അസ്ർ 2, മഗ്രിബ് 3, ഇശ 2. ഈ നിസ്കാരമാണ് അവിടെയുള്ളത്. മിനായിലെത്തുമ്പോൾ അസൗകര്യങ്ങൾ ഒരുപാടുണ്ട്. കിടക്കാൻ ഇങ്ങനെ കടന്നാൽ, ചെരിഞ്ഞ് കടന്നാൽ എല്ലാവർക്കും സ്ഥലം തികയുള്ളൂ. അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഉസ്താദ് പറയും, എല്ലാവരും അവനാൻ്റെ സ്ഥലത്ത് ആദ്യം ഇരിക്കാൻ പറയും. ഞങ്ങൾക്ക് ആദ്യം ഉസ്മാൻ മദനി ഉസ്താദ് ഉണ്ടായിരുന്നു, മൂപ്പരടുത്തു നിന്നാണ്, മൂപ്പരും പറപ്പൂരുമൊലിയാണ് അന്ന് ആദ്യം പോയിന്. അപ്പോൾ അവർ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന അള്ളാഹു ഉസ്മാൻ മദനിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ ചെന്നെത്തിക്കഴിഞ്ഞാൽ ഈ ടെൻറ്റിലെത്തിയ ഉസ്താദ് പറയും, ആണുങ്ങളൊക്കെ ഈ വശത്തും പെണ്ണുങ്ങളൊക്കെ ഈ വശത്തും എന്ന് പറയും. അപ്പോൾ അത് പറയുമ്പോൾ ഉസ്താദ് ആദ്യം നോക്കും ഖിബില ഏത് വശത്തേക്കാണ്. ഖിബിലൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ഭാഗം പുരുഷന്മാരതാക്കും. കാരണം മറ്റുള്ള ഗവൺമെൻറ് ടെൻറ്റുകളിലൊക്കെ നിസ്കാരത്തിനോ ഒന്നും സൗകര്യം ചെയ്യാൻ അവർക്ക് നേതൃത്വം ഉണ്ടാവില്ല. അപ്പോൾ അതിലൊക്കെ അവർക്ക് കിടക്കാനും ഇരിക്കാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സൗകര്യം പോലും നോക്കുക. നമ്മൾ നോക്കുക അതല്ല, ഒന്നിച്ച് ജമായത്താക്കാൻ, ഒന്നിച്ച് ക്ലാസ് എടുക്കാനൊക്കെ ഉള്ള സൗകര്യം നോക്കുമ്പോൾ മിനായിൽ കുറച്ച് സൗകര്യങ്ങൾ നമ്മൾ പാകപ്പെടുത്തലാണ്. അപ്പോൾ ആ പാകപ്പെടുത്തുന്നതിനൊക്കെ പുരുഷന്മാർ മുന്നിലും സ്ത്രീകൾ പിറകിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ എന്ത് ചെയ്യണം, ഉസ്താദ് പറയും, അബൂക്കർക്ക് അവിടെ ഇരിക്കി, അഹമ്മദ്ക്ക് അവിടെ ഇരിക്കി, അബൂക്കർക്ക് അവിടെ ഇരിക്കി, അഹമ്മദ്ക്ക് അവിടെ ഇരിക്കും, എല്ലാവരും ഇരുത്തും. അത് നമ്മളെ ഇരുത്തല്ല. നമ്മൾ ചില വീട്ടിൽ ചെന്നാൽ ഇരിക്കുക പറഞ്ഞാൽ ചില വയസ്സന്മാർ പറയും ഇന്നങ്ങനെ ഇരുത്തണ്ട, ഇന്നങ്ങനെ ഇരുത്താം. അതല്ല, ഇതൊരു ഇരിക്കല. ആ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ സ്ഥലമായി. ആ ഇരുന്നില്ലേ നിങ്ങൾക്ക് 3 ദിവസം സ്ഥലം ഉണ്ടാവില്ല. കാരണം മറ്റൊരു പറയും യുദ്ധം സ്ഥലമല്ലേ. അപ്പം നമ്മൾ അന്ന് ഇരിക്കണം. ഇരുന്നിട്ട് പിന്നെ നമ്മളോട് ഉസ്താദ് പറയും ഇനി എല്ലാവരും കടക്കി. അതാണ് നമ്മളെ തറവാട്, അതാണ് നമ്മളെ
തറവാട്. ആ ഇരിക്കലും കടക്കലും ഒഴിവായി അതിൽ ഇതിൽ നടന്നാൽ പിന്നെ വന്ന അടിയേക്കാരം. അപ്പൊ നമ്മള് 50 ആളുണ്ട്, 25 ആണുങ്ങളും 25 പെണ്ണുങ്ങളും ആണെങ്കിൽ 25 ആണുങ്ങൾ ആദ്യം പോയിട്ട് 25 സ്ഥലം എന്ന് പറഞ്ഞാൽ 25 ആക്കുള്ള സ്ഥലം ഉണ്ടാവില്ല, 23 ഉണ്ടാവുള്ളൂ. എല്ലാവരോടും ഇരിക്കാൻ പറയും. അപ്പൊ ഇരുന്ന് നമ്മൾ അന്നാണ് കിടക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അവിടെ കിടക്കുക, മറ്റവന് പറഞ്ഞു കൊടുക്കുക ഇതിൻ്റെ അതിരാണ്, അതൊക്കെയാണ്. അങ്ങനെ കടന്ന് എല്ലാവരും സ്ത്രീകൾ എന്ത് ചെയ്യുന്നറിയോ, അവിടെ അങ്ങനെ ഇരിക്കും. കിടക്കാൻ പറഞ്ഞാൽ കിടക്കൂല. അവസാനം മൗലവിയേ സ്ഥലമല്ല എന്നവിടുന്ന് ഒരു ഒച്ച കേൾക്കാം. ഞങ്ങൾ എപ്പോഴും നോക്കൂല ഞങ്ങളെ. അപ്പൊ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വരിക്ക് ഇതേപോലെ ഉണ്ടാവും. ഇരുന്ന് നമ്മളെ സ്ഥലം റെഡിയായി കഴിഞ്ഞ് നമ്മൾ അതേപോലെ കടന്നാൽ അതാണ് മിന. അപ്പം നിങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ മിനായി എന്താ തോന്നുന്നു അറിയോ, തീരെ സ്ഥലമില്ലാത്ത ഒരു ഇടുങ്ങിയ സ്ഥലമാണ് മിന. അങ്ങനെ അറഫയൊക്കെ പോയി മുസ്ദലിഫയിലൊക്കെ ആ ചരലിലൊക്കെ കടന്ന് രണ്ടാമത് തിരിച്ച് 10ൻ്റെ അന്ന് രാവിലെ വന്ന് മിന കാണുമ്പോൾ അള്ളാ തറവാട്ടിലെത്തിയ മാതിരി നമുക്ക് അന്ന് തോന്നും. അന്ന് മിന തറവാടാ. അത് കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ റൂം ഒരുപാട് വലിപ്പേക്കാരം. പിന്നെ ഇവിടെ വരുമ്പോൾ കാണാൻ നമ്മളെല്ലാം ഭയങ്കര വിശാല സൗകര്യത്തിലേക്ക് പടച്ചോൻ നമ്മളെ കൊടുന്നിറക്കുക. അപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൂടാ. ആ തവാഫും സഅയും കഴിഞ്ഞാൽ നമ്മളുടെ ഹജ്ജ് കർമ്മങ്ങൾ കഴിഞ്ഞു. പിന്നെ ഉള്ളത് വാജിബാത്തിൽപ്പെട്ട തിരിച്ചു പോരുന്നതിൻ്റെ മുമ്പുള്ള ഏതാണ്, തവാഫുൽ വദാ. അപ്പൊ ഈ തവാഫുൽ വദാ 2 അഭിപ്രായമുണ്ട്. അതിൽ നമ്മൾ സ്വീകരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. 2 അഭിപ്രായം എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് പോരുന്നതിൻ്റെ മുമ്പാണ് തവാഫുൽ വദാ ചെയ്യേണ്ടത്. വേറെ ചിലരെന്ത് ചെയ്യും, അവിടെ നിന്ന് മക്കളൊക്കെ ഉണ്ടാവും. ഇപ്പൊ സൗദി മുഴുവൻ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഹജ്ജ് ചെയ്യാമെന്നവർക്കും. അപ്പൊ ഈ മക്കൾ എന്ത് ചെയ്യാൻ, ഞങ്ങൾ വാപ്പാനെ ജിദ്ദീക്കൊന്ന് കൊണ്ടോട്ടെ എന്ന് പറയും. ജിദ്ദീക്കാണെങ്കിൽ ഒരു 100 കിലോമീറ്ററേ ഉള്ളൂ, കുഴപ്പമില്ല. പക്ഷെ ചിലപ്പോൾ ഒന്ന് ജിദ്ദിയിൽ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞിട്ടേക്കാരൻ പറയണ മകളുണ്ട് ജിസാനിൽ, അങ്ങോട്ടൊന്ന് കൊണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ കൊണ്ടോണ്ടാന്ന് ഞങ്ങൾ പറയില്ല, നിങ്ങൾക്ക് പോവും വേണ്ടി വരും. കാരണം മക്കളൊക്കെ ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ അപ്പോ അങ്ങനെയുള്ളവരെന്ത് ചെയ്യാറിയോ, അവിടേക്ക് നിങ്ങൾ ജിദ്ദീക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ജിദ്ദീന്ന് അവിടുന്നും പോവുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തവാഫുൽ വദാ നിങ്ങൾ എന്ത് ചെയ്യുക, ഹജ്ജിന്റെ വാജിബാത്ത്. ഉംറക്ക് അത് വേണമെന്നില്ല, തവാഫുൽ വദാ ആവുന്ന ഈ ഹജ്ജിന്റെ തവാഫ് ആ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ചെയ്യാം. കാരണം നമ്മൾ പോയി അതിൻ്റെ പരിധിയൊക്കെ വിട്ടുപോയി അവിടുന്ന് വല്ല അപകടത്തിൽ മരിച്ചാൽ അതവിടെ ബാക്കി കിടക്കും. അപ്പൊ അത് പണ്ഡിതന്മാരുടെ ഫത്വകളിലൊക്കെ കാണാം. നമ്മൾ ഹറം വിട്ടു പോകുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് പോരുന്ന അന്ന് മതി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജിദ്ദിയിൽ തന്നെ കുറച്ച് ദൂരെ പോയി അവിടുന്ന് ഒരു ബാത്റൂമിൽ നമ്മൾ വീണ് നമ്മൾ മരിച്ചു, നമുക്ക് പിന്നെ നമ്മളെ കുടുംബക്കാർക്ക് പടച്ചോനെ വാപ്പാന്റെ തവാഫുൽ വദാ അവിടെ കിടക്കുകയാണല്ലോ, വേണ്ട. അപ്പൊ അങ്ങനെ ദീർഘമായി അവിടുന്ന് ദിവസങ്ങൾക്ക് യാത്ര പോവും എന്നുള്ളവർ തവാഫുൽ വദാ എന്ത് ചെയ്യുക, ഹജ്ജിന്റെ വാജിബാത്തിൽ പെട്ട തവാഫുൽ വദാ അപ്പം നിർവഹിച്ചു പോകാവുന്നതാണ്. ഈ ഒരാൾ ജിദ്ദയിൽ പോവാണെങ്കിൽ മൗലവി ഞാൻ ഇങ്ങോട്ട് വരും ഇൻഷാ അല്ലാ, ഞാൻ നാട്ടിൽ പോകുമ്പോഴേ ചെയ്യണുള്ളൂ, ആയിക്കോട്ടെ, അതുവരെ അയാൾ ഹജ്ജിലാണ്. ഹജ്ജിൽ യാതൊരു മറ്റു തടസ്സങ്ങളൊന്നും അയക്കില്ല, അതവിടെ നിർവഹിക്കപ്പെടണം. നിർവഹിക്കാതിരിക്കുകയും ചെയ്യരുത്, അത് വിട്ടുപോകരുത്. ഹൈലുള്ള അശുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് തവാഫുൽ വദാ എന്നത് ഹജ്ജിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വാജിബാത്തിൽ നിന്ന് ഒഴിവാകും. നിങ്ങൾക്ക് ശുദ്ധിയില്ലാത്ത സമയത്താണ് നിങ്ങൾ പോരുന്നതെങ്കിൽ നിങ്ങൾക്കത് വാജിബാന്ന്. പക്ഷേ തവാഫുൽ ഇഫാലത്ത് ഒഴിവാകൂല. തവാഫുൽ ഇഫാലത്ത് ഒരു കാരണവശാലും ഹജ്ജിന്റെ തവാഫ് ഒഴിവാകൂല. അപ്പൊ ഞാൻ സാങ്കേതികത പറഞ്ഞുതരാം. അഥവാ നമ്മൾ വിമാനം കയറുന്നതിന്റെ അശുദ്ധിയായി ഹജ്ജിന്റെ തവാഫ് 12-ന് അന്ന് ചെയ്യാൻ പറ്റില്ല, 13-ന് അന്ന് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അശുദ്ധിയിലേക്ക് കടന്ന് അവിടെ നിന്ന് ചിലപ്പോൾ യാത്ര പോരുകയാണ്, മദീനത്തേക്ക് പോരുവാണ്, ശുദ്ധിയായിട്ടില്ല എങ്കിൽ ഉള്ള ശുദ്ധിയിൽ നിങ്ങൾ ഭദ്രമായി കെട്ടിവെച്ച് തവാഫുൽ ഇഫാലത്ത് നിർവഹിക്കേണ്ടതാണ്. ഹജ്ജിൽ തവാഫുൽ ഇഫാല ഒരു കാരണവശാലും വിട്ടുപോകില്ല. യാത്ര പോരുകയാണെങ്കിൽ ആട്ടോ പറയുന്നത്, ശുദ്ധിയാകുന്നതിന്റെ മുമ്പ് പോരേണ്ടി വന്നാൽ, വിമാനം കയറേണ്ടി വന്നാൽ അത് ചെയ്യൽ അതിൻ്റെ വാജിബാത്തിൽ പെട്ടതാണ്, അല്ല ഫർള് റുക്കനിൽ തന്നെ പെട്ടതാണ്. അതുകൊണ്ട് അത് നിർവഹിക്കണം. ഇത്രയാണ് ഹജ്ജിൻ്റെ കാര്യങ്ങൾ.